ചെണ്ടമേളം നടക്കുമ്പോൾ ഈ കുട്ടി, എൻ്റെ മകൾ, പെട്ടെന്ന് അകാരണമായി പൊട്ടിക്കരയാൻ പറ്റും. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കവി അപ്പൂപ്പനെ ഓർമ്മ വന്നു എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. അവൾക്ക് സാധാരണയായി സാറ് ചൊല്ലിക്കൊടുക്കാറുണ്ടായിരുന്ന ഒരു കവിതയുണ്ടായിരുന്നു, എവിടെ പോയി അവിടെ പോയി എന്നിങ്ങനെയുള്ള ചില വരികൾ ആ കവിതയിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ താള ഈ ചെണ്ടമേളത്തിൽ അവൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ പോയി അവിടെ പോയി എന്നിങ്ങനെ ഉച്ചത്തിൽ പ്രചണ്ഡ താളത്തിൽ ഈ വരികൾ ചൊല്ലുന്ന ആ അദൃശ്യനായ കവിയുടെ സാന്നിധ്യം, മരിച്ചുപോയി അദ്ദേഹം എന്ന് അവൾക്കറിയാം. ആ നഷ്ടപ്പെട്ട കവിയെ ഓർമ്മിച്ചിട്ടായിരിക്കും ഈ കുട്ടി പൊട്ടിക്കരഞ്ഞത്. ഇങ്ങനെ കുട്ടികളോട് സംവദിക്കുന്ന, ഭിക്ഷക്കാരോട് സംവദിക്കുന്ന, സാധാരണക്കാരോട് സംവദിക്കുന്ന, ഇവിടെ ആയിരുന്ന കാലത്തെല്ലാം സാറിൻ്റെ സുഹൃത്തുക്കൾ ഒരിക്കലും യൂണിവേഴ്സിറ്റിയിലെ സഹാധ്യാപകരോ ഒരുപക്ഷെ വിദ്യാർത്ഥികൾ പോലുമോ ആയിരുന്നില്ല. ഇവിടുത്തെ അതിരമ്പുഴയിലെ സാധാരണക്കാരായിരുന്നു, തൊഴിലാളികളായിരുന്നു, തെരുവിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു, ഇവിടുത്തെ നാട്ടും പുറത്തുകാരായിരുന്നു. അവരുടെ വീടുകളിൽ ചെല്ലുകയും അവരുടെ കുട്ടികൾക്ക് പേരിടുകയും അവരുടെ ആവശ്യങ്ങൾ തന്നാലാവുന്നത് പോലെ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിനയേന്ദ്രനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിനയേന്ദ്ര സാറിനെ പറ്റി ആലോചിച്ചപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഓർമ്മ വന്നൊരു ഇസ്രയേലി കവിതയാണ്. ഡാൻ പേജസ് എന്നൊരു കവിയെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ കോൺവെർസേഷൻ എന്ന പേരായൊരു കവിതയുണ്ട്. പല സന്ദർഭത്തിലും ഇങ്ങനെ ഓർമ്മ വരാറുള്ള മനോഹരമായൊരു കവിതയാണ് കോൺവെർസേഷൻ. 4 പേർ പൈൻമരത്തെ പറ്റി സംസാരിക്കുകയായിരുന്നു എന്നാണ് കവിതയുടെ ആരംഭം. ചെറിയൊരു കവിതയാണ്, പ്രോസിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ്. ഒന്നാമൻ അതിൻ്റെ ജനുസും സ്പീഷ്യസും പറഞ്ഞു. ബൊട്ടാണിസ്റ്റ് ആയിരുന്നിരിക്കണം. അതിൻ്റെ ജനുസും സ്പീഷ്യസും പറഞ്ഞു. രണ്ടാമൻ പൈൻമരത്തെ പറ്റി പല ഭാഷകളിലുള്ള കവിതകൾ ചൊല്ലി. മൂന്നാമൻ ടിമ്പർ ഇൻഡസ്ട്രിക്ക്, തടിക്കച്ചവടത്തിന് പൈൻമരത്തിൻ്റെ സാധ്യതകൾ എത്ര എന്ന് പറഞ്ഞു. അതിൻ്റെ തടിവിലയെ പറ്റി, അതിൻ്റെ വിപണന സാധ്യതയെ പറ്റി പറഞ്ഞു. നാലാമനാകട്ടെ ഒന്നും പറഞ്ഞില്ല. അയാൾ വേരാഴ്ത്തി ചില്ല നീട്ടി കാറ്റിൽ ദലമർമരം പൊഴിച്ചു എന്നാണ് ഈ കവിത അവസാനിക്കുക. ഒരുപക്ഷെ വിനയേന്ദ്ര സാറിനെ പറ്റി സംസാരിക്കണമെങ്കിൽ, ആ കവിത്വവുമായി നമ്മൾ മാനസികമായി ബന്ധപ്പെടണമെങ്കിൽ ഈ തരത്തിലൊരു മാറ്റം നമ്മിൽ സംഭവിക്കണം. ഈ പൈൻമരമായി മാറിയ പൈനിനെ പറ്റി പറയുന്നതിന് പകരം, അതിൻ്റെ ജനുസും സ്പീഷ്യസും നിർണ്ണയിക്കുന്നതിന് പകരം, അതിൻ്റെ തടിവിലയെ പറ്റി പറയുന്നതിന് പകരം, അതിനെപ്പറ്റിയുള്ള കവിതകൾ ചൊല്ലുന്നതിന് പകരം സ്വയം പൈൻമരമായി മാറിയ അയാളായി തീരണം. അത്തരത്തിലുള്ള ഒരു വായനയാണ്, അത്തരത്തിലുള്ള ഒരു വായനാ സമീപനമാണ് ഡി വിനയേന്ദ്രൻ്റെ കവിത നമ്മളോട് ആവശ്യപ്പെടുന്നത്. വ്ളാദിമിർ മയക്കോസ്കിയുടെ പഴയ ഒരു കവിതയുടെ പേര് ക്ലൗഡ് ഇൻ പാൻസ് എന്നായിരുന്നു. അത്തരത്തിലായിരുന്നു ഈ കവി. കുപ്പായത്തിനുള്ളിൽ, കാലുറയ്ക്കുള്ളിൽ ഒരു മേഘം, അല്ലേ? മേഘരൂപൻ എന്ന് നമ്മളൊരു കവിയെ വിളിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ ഡി വിനയേന്ദ്രൻ തന്നെ തൻ്റെ ഒരു ആദ്യകാല കവിതയിൽ, പാർക്കിൽ ഒരു ബെഞ്ച് എന്നാണ് ആ കവിതയുടെ പേര്. വളരെ അസാധാരണമായ കവിതയാണ്. ഒരുപക്ഷെ ഇപ്പോഴും നമുക്ക് സമകാലികമായി തോന്നുന്ന, ഒട്ടും പഴക്കം തോന്നിക്കാത്ത, ഇപ്പോൾ മാത്രം എഴുതപ്പെട്ടത് എന്ന് തോന്നിക്കുന്ന ഒരു കവിത. പാർക്കിൽ ഒരു ബെഞ്ച്. പാർക്കിലിരിക്കുന്ന ഒരു ഏകാഗി തൻ്റെ പരിസരങ്ങളെ നിരീക്ഷിക്കുന്ന വിധത്തിലാണ് ആ കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരുക്കനായി പോകും. കാരണം അത്തരത്തിലുള്ള ഒരു ചിട്ടയോ ക്രമമോ ഒന്നും ദീക്ഷിക്കാത്ത ഒരു രചനാ ശൈലിയായിരുന്നു ഈ കവിതയുടേത്. ആ കവിതയിൽ ഒരിടത്തൊരു മേഘത്തെ പറ്റി പറയുന്നുണ്ട്. ഒട്ടകത്തെ പോലെ കാണപ്പെട്ട മേഘം ഇപ്പോൾ തോരണ യുദ്ധത്തിലെ ഹനുമാനായി മാറുന്നു. ഇപ്പോൾ അത് ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു പെണ്ണിനെ പോലെ കാണപ്പെടുന്നു. ഒരു മേഘം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന രൂപപകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഘം ഒരു നിമിഷം ഒരു ഒട്ടകത്തെ പോലെ കാണപ്പെടുന്നു. പിന്നീടത് കഥകളിയിലെ തോരണ യുദ്ധത്തിലെ ഹനുമാനായി മാറുന്നു. ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു പെണ്ണിനെ പോലെ കാണപ്പെടുന്നു. ഇത്തരത്തിൽ ഇത് ഒരുപക്ഷെ ഡി വിനയേന്ദ്രന്റെ കവിത്വത്തിന്റെയും കവിതയുടെയും ഒരു മെറ്റഫറാണ് എന്ന് പറയാം. നമുക്ക് പിടിതരാത്ത, നിർവചനങ്ങൾക്ക് വഴങ്ങാത്ത, പലപ്പോഴും പലതായി കാണപ്പെടുന്ന, ഒറ്റ വായനയിൽ തന്നെ പലതായി തോന്നുന്ന, പലരായി തീരുന്ന ഒരു കവിത്വം, കവിത എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം. വിനയേന്ദ്രൻ്റെ വായനക്കാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട, മിക്കവർക്കും ഹൃദയസ്ഥമായിട്ടുള്ള ഒരു കവിതാഭാഗമുണ്ട്. ഞാനല്ല, അല്ലേ? എല്ലാ കവികളും ഞാൻ ആര് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഒരു കവി പറയുകയാണ്, ഞാനല്ല, മേഘം, മഴ,
ഗോഗ് സാവിത്രി. മേഘം, മഴ, സാഫോ, വാൻ ഗോഗ് സാവിത്രി. എന്തെല്ലാമാണ്? മേഘമാണ്, അതേസമയം മഴയാണ്. പഴയ ഗ്രീസിലെ കവയിത്രിയായിരുന്ന സാഫോയും ഞാനാണ്, വാൻ ഗോഗും ഞാനാണ്, സാവിത്രിയും ഞാനാണ്, പുരാണത്തിലെ സാവിത്രിയും ഞാനാണ്. അപ്പോൾ ഈ മഴ, മേഘം, വാൻ ഗോഗ്, സാവിത്രി, സാഫോ എന്നിങ്ങനെ പല കാലങ്ങളിൽ പലരായി, സ്ത്രീയായി, പുരുഷനായി, മേഘമായും മഴയായും പലമപ്പെടാൻ ശേഷിയുള്ള ഒരാളായാണ് തൻ്റെ കവിത്വത്തെ മനസ്സിലാക്കുകയും നിർവചിക്കുകയും ചെയ്തിരുന്നത് ഡി വിനയേന്ദ്രൻ. ഒരുപക്ഷെ വാൾട്ട് വിറ്റ്മാൻ്റെ പ്രസിദ്ധമായൊരു പ്രസ്താവനയുണ്ടല്ലോ, ഐ കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ്. ഞാൻ ജനതതികളെ ഉൾക്കൊള്ളുന്നു, ഞാൻ ഒരാളല്ല ഒരാൾക്കൂട്ടമാകുന്നു, ഒരു ജനസഞ്ചയം ആകുന്നു എന്ന ആ പറച്ചിലിൽ പോലും ജനങ്ങളെ ഉള്ളൂ, മനുഷ്യരെ ഉള്ളൂ. ഇവിടെ നോക്കൂ, മേഘം, മഴ, വാൻ ഗോഗ്, സാഫോ, സാവിത്രി. ഏതെല്ലാം കാലങ്ങളിൽ നിന്ന്, സംസ്കാരങ്ങളിൽ നിന്നാണ് വാൻ ഗോഗും സാവിത്രിയും സാഫോയും വരുന്നത്, അല്ലേ? സാവിത്രി ഇന്ത്യൻ ആണെങ്കിൽ വാൻ ഗോഗ് ചിത്രകലയിൽ നിന്ന് വരുമ്പോൾ സാഫോ പുരാതന ഗ്രീസിൽ നിന്ന് വരും. ലോകത്തെ ആദ്യത്തെ ലെസ്ബിയൻ കവയത്രി എന്നാണ് പറയുക സാഫോയെ പറ്റി, അല്ലേ? ലെസ്ബോസ് എന്ന ദ്വീപിൽ ജീവിച്ച അവരുടെ പേരിൽ നിന്നാണ് ഈ പേര് പോലും, ഈ സംജ്ഞ പോലും എന്നും പറയപ്പെടുന്നു. തീക്ഷ്ണമായ അനുരാഗ ഗീതികൾ എഴുതിയിട്ടുള്ള സാഫോ ഭ്രാന്തമായി ജീവിക്കുകയും വളരെ തീക്ഷ്ണമായ വർണ്ണങ്ങളിലൂടെ തന്നെ ആവിഷ്കരിക്കുകയും ആത്മഹത്യയിലൂടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്ത വാൻ ഗോഗ്. ഏതോ പുരാണ ദൂരങ്ങളിൽ നിന്ന് വരുന്ന സാവിത്രി. വൈലോപ്പിളിയുടെ ആ പേരിലുള്ള കവിത ഒരുപക്ഷെ ഞങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അല്ലേ? ഇപ്പം നമുക്ക് ഊർണികൾ, കവിതകൾ എന്ന് പറഞ്ഞ് മരണത്തിൽ നിന്ന് കവിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ കവിത തന്നെയാണ് ആ സാവിത്രി എന്ന് നമുക്ക് അറിയാം. ഇങ്ങനെ ഞാനല്ല, മേഘം, മഴ, സാഫോ, വാൻ ഗോഗ്, സാവിത്രി, ഇത്തരത്തിലുള്ളൊരു അസാധാരണമായ കാവ്യവരി ഒരുപക്ഷെ നിങ്ങൾ ഡി വിനയേന്ദ്രൻ്റെ കവിതകൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇന്നോളം കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള, പരിചയപ്പെട്ടിട്ടുള്ള കവിതയുടെ മാതൃകകളിലൊന്നും ഇത്തരം വരികൾ, ഇത്തരം അമ്പരപ്പിക്കുന്ന ഭാഷാ വിന്യാസങ്ങൾ ഉണ്ടായെന്ന് വരില്ല. ഡി വിനയേന്ദ്രൻ്റെ ക്ലാസിക് എന്ന് പലരും കരുതുന്ന ഒരു കവിത കാട് എന്ന കവിതയാണ്. കാടിന് ഞാൻ എന്തു പേരിടുമെന്ന് ആരംഭിച്ച് ഏതാണ്ട് 2-3 പുറങ്ങളിൽ വ്യാപിച്ചിട്ട് ഒടുവിൽ കാടിന് ഞാൻ എൻ്റെ പേരിടും എന്നവസാനിക്കുന്ന കവിത. ഒരുപക്ഷെ വളരെ എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, കാടിന് ഞാൻ എന്ത് പേരിടും? അത് കാടിനെ പറ്റിയാണെന്ന് തെറ്റിദ്ധരിച്ച ലളിതമനസ്കരായ വായനക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഭാഷയിൽ. കാടിനെ പറ്റി ഒരു കവിതയാണ്, ഒരു സുഗതകുമാരി കവിത പോലെയാണ്, അല്ലെങ്കിൽ കാടവിട മക്കളെ എന്ന അയ്യപ്പണിക്കരുടെ കവിത പോലെ ഒന്നാണ് ഡി വിനയേന്ദ്രന്റെ കാട് എന്ന് തെറ്റിദ്ധരിച്ച, അല്ലെങ്കിൽ ഭൂമിക്ക് ഒരു ചരമഗീതം പോലെ മറ്റൊരു കവിതയാണ്, ഒരു മരക്കവിതയാണ് കാട് എന്ന് തെറ്റിദ്ധരിച്ച വായനക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ കാട് കാടല്ല, അല്ലേ? അത് അനുഭവത്തിന്റെ തൂർമയാണ്, അനുഭവത്തിന്റെ സമൃദ്ധിയാണ്, അനുഭവത്തിന്റെ സങ്കീർണതയാണ്, അനുഭവത്തിന്റെ വൈവിധ്യവും വൈരുദ്ധ്യവും ആണ്. അപ്പോഴാണ് ഈ ചോദ്യം ഉന്നയിക്കപ്പെടുക, കാടിന് ഞാൻ എന്ത് പേരിടും? കാരണം കാട് എന്ന് പറയുന്ന മരങ്ങളുടെ ഒരു സമാഹാരമാണ്. ഓരോ മരത്തിനും ഓരോ പേരാണുള്ളത്. ഈ പല പേരിൽ അറിയപ്പെടുന്ന പല മരങ്ങളുടെ ഈ സമാഹാരത്തിന് ഞാൻ എന്ത് പേരിടും? അതിന് കാട് എന്ന് പേരിട്ടാൽ ആ പേരിനെ ഉൾക്കൊള്ളാനാകുമോ? മരങ്ങളുടെ ഈ തൂർമയെ, മരങ്ങളുടെ ഈ വൈവിധ്യത്തെ, മരങ്ങളുടെ ഈ സമൃദ്ധിയെ, അനുഭവങ്ങളുടെ ഈ സമൃദ്ധിയെ. ഇനി മരങ്ങൾ മാത്രമാണോ കാട്? അത് ഇലകളാണ്, വള്ളികളാണ്, കിളികളാണ്, മാനുകളാണ്, മൃഗങ്ങളാണ്, നാനാജാതി മൃഗങ്ങളാണ്, മണങ്ങളാണ്, കാഴ്ചകളാണ്, കേൾവികളാണ്. കാണുന്നു കാണുന്നു കാണാത്ത വർണ്ണങ്ങൾ, കേൾക്കുന്നു കേൾക്കുന്നു കേൾക്കാത്ത ശബ്ദങ്ങൾ എന്നീ കാട്ടിലേക്കുള്ള ഈ പ്രവേശനത്തെ ഇതേ കവിതയിൽ തന്നെ കവി വിവരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അനുഭവ തൂർമയെ എങ്ങനെ ഒറ്റ വാക്കുകൊണ്ട് ഭാഷയുടെ പരിമിതമായ ഒരു നാമകരണ വിദ്യ കൊണ്ട് വിവരിക്കാനാകുമെന്ന അങ്ങേയറ്റം ഫിലോസഫിക്കലായ, എപ്പിസ്റ്റമോളജിക്കലായ ഒരു ചോദ്യമാണ് കാടിന് ഞാൻ എന്ത് പേരിടും. പിന്നീട് കവിതയുടെ ഉള്ളിലേക്ക് കിടന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള വരികൾ നേർക്ക് നേരെ കാണും. പേരുകൾ സൂര്യന്റെ കൂടെ നടക്കുന്നു, അല്ലെ? പേര് എന്നതാണ് ഒരുപക്ഷെ ഈ കവിതയിലെ ഒരു കീ വേർഡ്, ഒരു കേന്ദ്ര പദം, അല്ലേ? നമ്മൾ ലോകത്തിന് പേരിടുന്നു. ഭാഷ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പേരിടുകയാണല്ലോ ചെയ്യുക. അനുഭവങ്ങൾക്ക് പേരിടുകയാണല്ലോ ചെയ്യുക, അല്ലേ? വസ്തുക്കൾക്ക് മാത്രമല്ല, മനുഷ്യർക്ക് മാത്രമല്ല, ചരാചരങ്ങൾക്ക് മാത്രമല്ല, അനുഭവങ്ങളുടെ പേരിടലാണല്ലോ ഭാഷ. ആ പേരിടലിനെ കുറിച്ചാണ് ഈ കവിത.
പേരുകൾ സൂര്യന്റെ കൂടെ നടക്കുന്നു, പേരുകൾ ചന്ദ്രന്റെ കൂടെ നടക്കുന്നു. അതിന്റെ താഴേക്ക് വരുന്ന ഖണ്ഡമൊക്കെ അതിമനോഹരമാണ്, അതിഗംഭീരമാണ്. ഒരുപക്ഷെ പാശ്ചാത്യവും പൗരസ്ത്യവും ഭാരതീയവും കേരളീയവുമായ കാവ്യ സംസ്കാരങ്ങളെ ഇതുപോലെ സമന്വയിച്ച, ഇതുപോലെ സ്വാംശീകരിച്ച ഒരു കവി ഉണ്ടായിരുന്നില്ല നമ്മുടെ ഭാഷയിൽ. ഈ സൂര്യന് കൂടെ നടക്കുന്ന പേരുകളെ പറ്റി, ചന്ദ്രന് കൂടെ നടക്കുന്ന പേരുകളെ പറ്റി പറയുന്ന കാട എന്ന കവിതയിലെ ആ ഭാഗം ഒരുപക്ഷെ എഴുത്തച്ഛന്റെ ഭാഷാശ്രുതിയിൽ എഴുതപ്പെട്ട ഒരു ആധുനിക കാവ്യ ഖണ്ഡമാണ്. ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ല, ഞാൻ വായിക്കാം. ആ കാവ്യഭാഗം ഒന്ന് വായിക്കാം. സഹായിക്കണം, ഒന്ന് ഫിറ്റ് ചെയ്ത്. പിന്നെ സന്തോഷകരമായ ഒരു കാര്യം, ദീവനിയന്ത്രൻ എന്ന കവി 2013 അന്തരിച്ചതിന് ശേഷം കൃത്യം 5 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയ ഒരു സമാഹാരമാണ് വിനയ ചന്ദ്രിക എന്ന പേരിൽ പ്രദീപ് പനങ്ങാട് എഡിറ്റ് ചെയ്ത പല കാലത്തെ പലതരം കവിതകളുടെ ഒരു സമാഹാരം. ഇതൊന്നും ആരുടെയും നിർബന്ധത്തിൽ സംഭവിക്കുന്നതല്ല, സംഭവിച്ചു പോയതാണ്. ഈ വർഷം, ഈ കഴിഞ്ഞ ആഴ്ച എന്ന് പറയാവുന്നത് പോലെ NBS വഴി സമാനമായ ഒരു സമാഹാരം ദീപനേന്ദ്രന്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന പേരിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നത് പിന്നീട് ഒരു 8 വർഷം കഴിയും. കവി അന്തരിച്ചിട്ട് ഇപ്പൊ 12 വർഷം കഴിയും. ഈ വ്യാഴവട്ടം എന്നാണല്ലോ നമ്മൾ പറയുക. ഈ ഒരു വ്യാഴവട്ടത്തിനിടയിൽ 2 സമാഹാരങ്ങൾ അല്ലെ, വലിയ വൈതാളിക സംഘമോ ആരാധക വ്യൂഹമോ ഒരു കാലത്തും തൻ്റെ ചുറ്റും കൊണ്ടു നടന്നിട്ടില്ലാത്ത ഒരു കവിയുടേതായി കുറഞ്ഞ കാലയളവിന് ഇടയിൽ അദ്ദേഹത്തിന്റെ മരണശേഷം പുറത്തിറങ്ങുന്നു എന്ന്. അദ്ദേഹത്തിന്റെ പേരിൽ ട്രസ്റ്റുകളില്ല, ഫൗണ്ടേഷനുകളില്ല, അവാർഡുണ്ടെന്ന് ആർക്കോ ചിലർക്ക് അവാർഡുകൾ കൊടുക്കാറുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ വർഷാവർഷം. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹത്തിന് കുടുംബം ഇല്ലായിരുന്നു എന്നുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അദ്ദേഹത്തിന് കുടുംബം ഇല്ലായിരുന്നു. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കുടുംബം ഉണ്ടല്ലോ, ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന ആ കുടുംബം. അപ്പോൾ അങ്ങനെ ഒരു ജൈവികമായ അതിജീവന ശേഷിയോടുകൂടി മലയാള കവിതയിൽ ഇങ്ങനെ പൊടിച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കവിതയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. നമുക്കറിയാമല്ലോ, ഒരിക്കലും വിനയേന്ദ്രന് ശേഷം കവിതാ വായന ആരംഭിച്ച കുട്ടികൾക്ക് പോലും അറിയാം, മലയാള കവിതയുടെ മുഖ്യധാരയിൽ ഉൾപ്പെടുന്ന ഒരു കവിയെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഓർമ്മയെ, കവിതയെ നിലനിർത്താൻ ഉതകിയോ ഒന്നും ഇവിടെ ഇല്ല. എന്നിട്ട് കൂടി ആരൊക്കെയോ ചിലർ മുന്നോട്ട് വരികയും അദ്ദേഹത്തിന്റെ കവിതകൾ വീണ്ടും വീണ്ടും സമാഹരിക്കപ്പെടുകയും പ്രസിദ്ധീകരിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ഈ കവിയുടെ കവിത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി, തെളിവായി ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലൊരു അജ്ഞാത അദൃശ്യ സംഘമുണ്ട്, ദീപനേന്ദ്രന്റെ ആരാധകരും വായനക്കാരും ആസ്വാദകരുമായ, അങ്ങനെ പരസ്പരം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് വിരമിച്ച PP രവീന്ദ്രൻ സാറിനും എനിക്കുമിടയിലുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഒരുപക്ഷെ വിനയേന്ദ്ര സാറിനെ മുൻനിർത്തിയുള്ള സൗഹൃദമാണ്. വിനയേന്ദ്ര സാർ ഒരുമിപ്പിച്ച 2 ആൾക്കാരാണ്. അങ്ങനെ ഒന്നും സാർ ചെയ്തിട്ടില്ല, നേരിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ വിനയേന്ദ്രന്റെ കവിത ഇഷ്ടപ്പെടുന്ന 2 ആളുകൾ, 2 തരം ആളുകൾ, 2 പ്രായക്കാരായ ആളുകൾ, 2 ധിഷണ നിലവാരം പുലർത്തുന്ന 2 ആളുകൾ. ഇന്ന് അല്പം മുൻപ് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചിരുന്നു, ഒരു കവി സുഹൃത്തിനെ വിളിച്ചിരുന്നു, MS ബനേഷ്. വിനയേന്ദ്ര സാർ ഇങ്ങനെ ചേർത്ത് നിർത്തിയ 2 ആളുകളാണ്. നിങ്ങൾ സഹോദരന്മാരെ പോലെ വർത്തിക്കണമെന്നൊന്നും അദ്ദേഹം ഞങ്ങളോട് തലയിൽ കൈതൊട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞങ്ങൾ അങ്ങനെ ആയി തീർന്നു സാറ് നിമിത്തം. ഇങ്ങനെ അദൃശ്യരായ ഒരു വായനാ വ്യൂഹം ഇപ്പോഴും വിനയേന്ദ്രന്റെ കവിതയ്ക്കുണ്ട്. അതിങ്ങനെ കേരളത്തിൽ വലിയ കൊട്ടും ഘോഷവും പ്രത്യക്ഷമായിട്ടുള്ള പ്രകടനങ്ങളും ഒന്നുമില്ലാതെ പുലർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ അസാധാരണനായി ജീവിച്ച ഈ കവിയുടെയും അദ്ദേഹത്തിന്റെ കവിത്വത്തിന്റെയും ഒരു സവിശേഷത. അപ്പോൾ കവിതയെ പറ്റി ഇങ്ങനെ പറയുന്നതിനേക്കാൾ നന്നായിരിക്കും ഒരു കവിതയിലെ ഏതാനും ചില വരികൾ വായിക്കുന്നത്, അതായത് കാട് പോലെ ഒരു ക്ലാസിക് കവിതയിൽ നിന്ന് ആവുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്തു പേരിടും, ഇങ്ങനെയൊന്നുമല്ല വിനയേന്ദ്ര സാറിന്റെ കവിത വായിക്കുന്നത്. സാറ് എന്റെ കവിത ആരംഭിക്കും ഒരു പേമഴ. അത് എന്നെ കൊണ്ടും ആവില്ല, അതെ എന്നെ കൊണ്ട് ഒരിക്കലും ആവില്ല, ആരെ കൊണ്ടും ആവില്ല. നമ്മുടെ ഒന്നും ശ്വാസകോശവും കണ്ട ബലവും പോരാ അതിന്, നമ്മുടെ ഒന്നും തൊണ്ട അതിന് പാകമല്ല. ഞാൻ എന്തു പേരിടും, കാട്ടിലെ കാരണവന്മാർക്ക് എന്തു പേരിടും. ഇങ്ങനെയാണ് കവിതയിലേക്കുള്ള ക്ഷണം. ഞാൻ എന്തു പേരിടും, കാട്ടിലെ
കാരണവന്മാർക്ക് എന്തു പേരിടും. ആ രണ്ടാമത്തെ വരി തന്നെ അസാധാരണമാണ്. ഇങ്ങനെ അവിചാരിതങ്ങളെ കൊണ്ട് കവിത നെയ്യുക എന്നതായിരുന്നു ഡി വിനീതന്റെ ഒരു രീതി. കാട്ടിലെ കാരണവന്മാർ, മരങ്ങളല്ല, കാട് നേരെ കാട്ടിലെ കാരണവന്മാർ എന്ന മറ്റൊരു അനുഭവ രാശിയിലേക്ക് രണ്ടാമത്തെ വരിയിൽ തന്നെ പകരുന്നു. മൂന്നാമത്തെ വരി മറ്റൊരു വിസ്മയമാണ്. ആ എന്നൊന്ന് തുടങ്ങിയാൽ പിന്നെയും ആദ്യം തുടങ്ങും മരങ്ങൾ പടർപ്പുകൾ. ആ എന്ന് ഒന്ന് തുടങ്ങിയാൽ പിന്നെയും ആദ്യം തുടങ്ങും മരങ്ങൾ പടർപ്പുകൾ. അപ്പൊ അതോടുകൂടി ഒരു ഭാഷാരണ്യമായിട്ട് ഭാഷയുടെ കാടായി മാറുന്നു. ആ എന്നൊന്ന് തുടങ്ങിയാൽ പിന്നെയും ആദ്യം തുടങ്ങും മരങ്ങൾ പടർപ്പുകൾ. ഇങ്ങനെ ആദിയും അന്തവും ഇല്ലാത്ത ഭാഷയുടെ ഒരു കാട്ടിലാണ് നമ്മൾ, ആ കാട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്ന പ്രതീതി സമ്മാനിക്കുന്നു രണ്ടാമത്തെ ഈരടി. കോടാനുകോടി ആവർത്തിച്ചു പോകിലും കോടിക്ക് അവസാനമില്ലാത്ത കല്ലുകൾ കേറി വരുന്തോറും ഊറ്റം പ്രണയത്തിനേറി വരുന്നോരു കുന്നും മുടികളും ചുറ്റി ഇറങ്ങിക്കറങ്ങിത്തളരിലും തെറ്റി നിൽക്കുന്ന താഴ്വാരങ്ങൾ മേടുകൾ. ചുറ്റി ഇറങ്ങിക്കറങ്ങിത്തളരിലും തെറ്റി നിൽക്കുന്ന താഴ്വാരങ്ങൾ മേടുകൾ. ഇങ്ങനെ ഒരു ലാവൃന്ദൈൻ സ്വഭാവമുള്ള ഒന്നായി ഭാഷയായി നമുക്ക് തീർത്ത് പറയാനാവില്ല. അതുകൊണ്ടാണ് ഭാഷയെന്ന് തോന്നിക്കുന്ന വിചിത്രമായ ഒരു ഗഹനതയായി, സങ്കീർണതയായി, ആദിയും അന്തവുമില്ലാത്ത ഒരു പടർച്ചയായി ഈ കാട് ആദ്യ വരികളിൽ തന്നെ മാറുന്നു. പിന്നീട് ഈ ചോദ്യം ആവർത്തിക്കുന്നു. ഞാൻ എന്തു പേരിടും? കാട്ടിലെ കൂട്ടുകാർക്ക് എന്തു ഞാൻ പേരിടും? കാരണവന്മാര് പോയിട്ട് കൂട്ടുകാരെത്തുന്നു. കാട്ടിലെ കൂട്ടുകാർക്ക് എന്ത് ഞാൻ പേരിടും? കാണുന്നു കാണാത്ത വർണ്ണങ്ങൾ, ആദ്യം പറഞ്ഞ വരികളാണ്. കേൾക്കുന്നു കേൾക്കാത്ത ശബ്ദങ്ങൾ, രാപകൽ എണ്ണി അടങ്ങാത്ത ഗന്ധങ്ങൾ, മാരിവയിൽ എണ്ണി മാറാത്ത കാറ്റുകൾ, പൂർണ്ണ വിരക്തമാം ധ്യാനഖണ്ഡങ്ങൾ, സമ്പൂർണമാകാത്ത രതിപ്രകാണ്ഡങ്ങൾ. ആ ഭാഷാ ശ്രുതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അല്ലെ? രതിപ്രകാണ്ഡങ്ങൾ, ധ്യാനഖണ്ഡങ്ങൾ എന്നിങ്ങനെ മറ്റൊരു ഭാഷാവിധാനത്തിലേക്ക് ഈ കവിത പെട്ടെന്ന് പരിണമിക്കുന്നു. അത് മാത്രമല്ല, പൂർണ്ണ വിരക്തമാം ധ്യാനഖണ്ഡങ്ങൾ, സമ്പൂർണമാകാത്ത രതിപ്രകാണ്ഡങ്ങൾ എന്നിങ്ങനെ ഒരു ഭാഗത്ത് ധ്യാനം, മറുഭാഗത്ത് രതി. ഇങ്ങനെ എല്ലാ വൈരുദ്ധ്യങ്ങളെയും എല്ലാ വൈചിത്ര്യങ്ങളെയും ഒരിടത്ത് കൂട്ടിയിരുത്തുന്നതായിരുന്നു വിനയന്റെ കവിത. അനുഭവ സമഗ്രതയായി അതിനെ ആവിഷ്കരിക്കാനുള്ള ഒരു മാധ്യമമായി കവിതയെ മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി. ഒരേ ശ്രുതിയിലുള്ള ഒരേ ഭാവത്തെ ആവിഷ്കരിക്കുന്ന, ഒരേ ഉള്ളടക്കത്തിൽ കേന്ദ്രീകരിക്കുന്ന ഭാവഗീതാത്മകതയുടെ നേർ വിപരീതമായിരുന്നു. പലരായി ചിതറുക, എല്ലാറ്റിലേക്കും പടരുക, അങ്ങനെ സ്വയം ഒരു കാടായി, അനുഭവത്തൂർമ്മയുടെ ഒരു കാടായി പരിണമിക്കുക എന്നതായിരുന്നു ഈ കവിയുടെ രീതി. അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇവിടെ ഈ കവിത അങ്ങനെ തുടർന്ന് ഞാനിവിടെ സൂചിപ്പിച്ച ആ വരികളിലെത്തുന്നു. കാടിനു ഞാനെന്തു പേരിടും? കാട്ടിലെ കൂട്ടിനും കൂട്ടിന്റെ കൂട്ടിനും ബന്ധുക്കൾ, നാട്ടുകാർ, മക്കൾ, പിതൃക്കൾ, ഋതുക്കളും. ലക്ഷ്മണനല്ലിവർ, ദ്രൗപദിയല്ലിവർ, പർജന്യനല്ല ഭാഗീരഥിയല്ലിവർ, ഋക്കുകളല്ല എതിർസാമങ്ങളല്ലിവർ, വസ്തുവിവേക വിശ്വാസങ്ങളല്ലിവർ, ഘോര ഗജസിംഹ വ്യാളഭല്ലൂകങ്ങൾ, ദേവദാരുക്കൾ, അശ്വത്ഥങ്ങൾ, തേക്കുകൾ, പൂവുകൾ, ചോലകൾ, പക്ഷികൾ, യാമങ്ങൾ, പൂർവജന്മങ്ങളെ പുൽകി നിൽക്കുന്നവർ, നാമരൂപങ്ങളാൽ നാം അറിയാത്തവർ, നാം എന്തറിയുന്നു നമ്മളെ കൂടിയും. ഇങ്ങനെ ഭാഷ കൊണ്ടൊരു കാട് നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെ നിങ്ങളിപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലേ? ഒരുപക്ഷെ എഴുത്തച്ഛന്റെ ഭാഷാശ്രുതി അവലംബിക്കുന്ന ചില വരികളും ഇതിനിടയിൽ നമ്മൾ കണ്ടുമുട്ടി എന്നും നല്ല മലയാള കവിതയുമായി നല്ലവണ്ണം പരിചയപ്പെട്ടിട്ടുള്ള ഒരു കേൾവിക്കാരി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഘോര ഗജ സിംഹ വ്യാളഭല്ലൂകങ്ങൾ, ദേവദാരുക്കൾ, അശ്വത്ഥങ്ങൾ, തേക്കുകൾ. ഇങ്ങനെ കാടിന്റെ ഒരു ഒരു ഭാഷാനുഭവമായി നമ്മിലേക്ക് എത്തുന്നു. ഇനിയാണ് ഒരു പക്ഷേ ഈ കവിതയിൽ ഏറ്റവും ഗംഭീരമായ ചില വരികൾ. ഞാനെന്തു പേരിടും? ആകാശ നക്ഷത്ര പീഠത്തിൽ ലീലാരസധ്യാനലോലയായി വീണവായിക്കും പ്രപഞ്ചമാതാവിന്റെ പാദസരങ്ങളിലൊന്നിന്റെ ചിഞ്ചിലം കാട്. ഇങ്ങനെ ഒരു കോസ്മിക് വിസ്താരമായി, ഒരു കോസ്മിക് വിഷനായി ഈ കവിത, കാട് എന്ന പേരിൽ നമ്മൾ വായിക്കുന്ന കവിത വിസ്താരം കൊള്ളുന്ന സന്ദർഭമാണ്.
ഞാനെന്തു പേരിടും ആകാശ നക്ഷത്ര പീഠത്തിൽ ലീലാരസധ്യാനലോലയായി വീണ വായിക്കും പ്രപഞ്ചമാതാവിന്റെ പാദസരങ്ങളിൽ ഒന്നിന്റെ ചിഞ്ചിലം കാട്. അവൾ കാലൊന്നിളകി ഇളകൊള്ളുകെ കാലമുന്മേഷ നിമേഷണം കൊള്ളുന്നു. പ്രപഞ്ചമാതാവിന്റെ പാദസരത്തിലെ ഒരു മണിയായി കാട് മാറുകയും അവൾ കാലൊന്നിളക്കി ഇളകൊള്ളുകെ കാലമുന്മേഷ നിമേഷണം കൊള്ളുന്നു എന്നിങ്ങനെ വലിയ ഒരു ദാർശനിക ഗഹനതയായി അത് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഉന്മേഷ നിമേഷണം എന്ന് കേട്ടാൽ ഒരു പക്ഷേ നമ്മുടെ പുതിയ കവിത മാത്രം പരിചയമുള്ളവർക്ക് അതിന്റെ കൃത്യമായ അർത്ഥം പിടികിട്ടിയെന്ന് വരില്ല. എന്താ ഉന്മേഷം, എന്താണ് നിമേഷം എന്ന് ചോദിച്ചാൽ കണ്ണ് തുറക്കുന്നതിന്റെ പേരാണ് ഉന്മേഷം. അതാണ് ആ വാക്കിന്റെ ലിറ്ററൽ മീനിങ്. കണ്ണടയ്ക്കുന്നതിന്റെ, കണ്ണ് ചിമ്മുന്നതിന്റെ പേരാണ് നിമേഷം അല്ലെങ്കിൽ നിമിഷം. അതിനെടുക്കുന്ന സമയവുമാണ് ആ കണ്ണ് ചിമ്മലുമാണ് നിമേഷം അഥവാ നിമിഷം. ഉന്മേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഉന്മേഷം മാത്രമല്ല, അത് കണ്ണ് തുറക്കലിന്റെ പേരുമാണ്. അങ്ങനെ കാലം ഉന്മേഷ നിമേഷണം കൊള്ളുന്നു. കാലത്തിന്റെ കണ്ണ് ചിമ്മലാണ്, കണ്ണ് ചിമ്മി തുറക്കലാണ്. കാടിന്റെ, പ്രപഞ്ചമാതാവിന്റെ കാലിലെ പാദസരത്തിന്റെ ഒരു മണിയായ കാടിന്റെ ചലനത്തിലൂടെ സംഭവിക്കുക. അങ്ങനെ ഇത് പ്രപഞ്ചത്തെ കുറിച്ചുള്ള കവിതയായി, കാലത്തെ കുറിച്ചുള്ള ധ്യാനമായി മാറുന്നു. അതിന് പിന്നാലെയാണ് പേരുകൾ സൂര്യന്റെ കൂടെ നടക്കുന്നു എന്നത്. കാരണം സൂര്യനും ചന്ദ്രനും കാലമാണെന്ന് നമുക്കറിയാം അല്ലെ. കാലത്തിന്റെ രണ്ട് പ്രാപഞ്ചിക ചിഹ്നങ്ങളാണ് സൂര്യനും ചന്ദ്രനും എന്ന് നമുക്കറിയാം. ഇതോടൊപ്പം ഓർമ്മ വരുന്ന വളരെ രസകരമായൊരു കവിത കൂടി പരാമർശിക്കട്ടെ. ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും അധികം ചൊല്ലി നടന്നിട്ടുള്ള ഒരു കവിതയുമാണത്. ഭിക്ഷക്കാര ഭിക്ഷക്കാര തകരപ്പാട്ടയിൽ എന്താണ്, കറുത്ത കല്ലും വെളുത്ത കല്ലും, സൂര്യകാന്തം ചന്ദ്രകാന്തം. കറുത്ത കല്ലെടുത്താൽ സൂര്യനെ കണ്ടുമരിക്കാം, വെളുത്ത കല്ലെടുത്താൽ ചന്ദ്രനെ കണ്ടുമരിക്കാം. ഭിക്ഷക്കാര ഭിക്ഷക്കാര എനിക്കൊരു നിറമില്ലാത്ത കല്ലുത. ഇങ്ങനെയാണ് ആ കവിത അവസാനിക്കുക. അപ്പൊ സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും പറയുന്നത് എന്തും കാലത്തെക്കുറിച്ചുള്ള ഒരു സംസാരം കൂടിയായി, കാലത്തെക്കുറിച്ചുള്ള പരാമർശം കൂടിയായി മാറുന്നു. കാടിനു ഞാൻ എൻ്റെ പേരിടും, പേരുകൾ സൂര്യന്റെ കൂടെ നടക്കുന്നു. 12 രാശിയിൽ ഉത്തര ദക്ഷിണ സ്വർഗവാരാശിയിൽ തെല്ലിട രാഹുകൾ അസ്തമായി പിന്നെയും പുല്ലപ്രഭാവമായി പച്ചക്കുതിരകൾ 7 വലിക്കുന്ന തേരിലായി നേരിലായി മുമ്പേ നടക്കും. ഉഷസ്സിന്റെ പിമ്പിലായി വമ്പൻ ഗരുഡ സഹോദരൻ സൂതനായി നാനാ മുനിഗണ സ്തോത്ര വിനയമായി പ്രഹ്ലാദമായുള്ള ഗന്ധർവഗാനമായി അപ്സരോ നൃത്ത വിലാസ സമൃദ്ധിയായി യക്ഷരക്ഷോ നാഗരക്ഷകന്മാരുമായി സപ്ഞയും ഛായയും ഭർത്തൃപ്രിയകളായി ബാലകില്യന്മാർ അനുഗത സേവ്യരായി പൂർവാന്ന മധ്യാന്ന സായാന്നഗീരുവായി മാനസധ്രുവ സീമാന്ത വിലാസമായി പേരുകൾ സൂര്യന്റെ കൂടെ നടക്കുന്നു. ഇവിടെ സൂര്യന്റെ മിത്ത്, സൂര്യനുമായി ബന്ധപ്പെട്ട എല്ലാ മിത്തുകളും ഈ വളരെ പരിമിതമായ വളരെ കുറഞ്ഞ വരികളിൽ വന്ന് നിരക്കുന്നു എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. സൂര്യന് പുരാണത്തിൽ 2 ഭാര്യമാരായിരുന്നു, സപ്ഞയും ഛായയും. ഇങ്ങനെയുള്ള പുരാണ വിജ്ഞാനമെല്ലാം, പുരാണ വിജ്ഞാന കോശം തുറക്കുകയല്ല, പക്ഷെ സൂര്യനെ ഏതെല്ലാം കൽപ്പനകളാൽ, സങ്കല്പങ്ങളാൽ, പുരാണ കൽപ്പനകളാൽ അലങ്കരിക്കാമോ അതെല്ലാം ഇവിടെ സംഭവിക്കുന്നു. ഇങ്ങനെ ഈ കവിതയാണ് വളരെ ലളിതമെന്ന് തോന്നിക്കാവുന്ന ഒരു പരിഹാരത്തിലൂടെ, ഒരു നിർദ്ധാരണത്തിലൂടെ കാടിന് ഞാൻ എൻ്റെ പേരിടും എന്ന് അവസാനിക്കുക. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നമ്മുടെ ഭാഷ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്? ഭാഷ കൊണ്ട് എന്താണ് കവികൾ ചെയ്യുന്നത്? അനുഭവങ്ങളുടെ ഒരു കാടിന്, പ്രാപഞ്ചിക വിസ്താരത്തിന്റെ ഒരു കാടിന്, പ്രപഞ്ച സമഗ്രതയ്ക്ക് തനിക്ക് മാത്രം സാധ്യമായ ഒരു പേര് കണ്ടെത്തലാണ് കവിത അല്ലേ. ഓരോ കവിതയും അനുഭവങ്ങൾക്ക് തൻ്റേതു മാത്രമായ ഒരു പേര് നൽകലാണ്. അത് വിനയേന്ദ്രന്റെ കാര്യത്തിൽ ഒരു കൊച്ചനുഭവമല്ല, ഒരു പരിമിതമായ വൃത്തത്തിൽ ഒതുങ്ങുന്ന അനുഭവമല്ല. പ്രപഞ്ച വിസ്താരത്തോളം വളരാനും പടരാനും ശേഷിയുള്ള ഒരു അനുഭവ വിസ്താരത്തിന് തൻ്റെ പേര് നൽകുക, തൻ്റേത് മാത്രമായ ഒരു പേര് നൽകുക, തൻ്റേത് മാത്രമായ ഒരു ഭാഷാ മുദ്ര പതിക്കുക അനുഭവത്തിന് മേൽ, മനുഷ്യ അനുഭവത്തിന് മേൽ, പ്രപഞ്ചാനുഭവത്തിന് മേൽ. അതാകുന്നു കവിത. അതാണ് കവികൾ ചെയ്യുന്നത്. അതാണ് കവിതയുടെ എക്കാലത്തെയും ധർമ്മം എന്നുകൂടി പറയുന്നുണ്ട് ഈ കവിത. ഒരു അനുഭവം നമ്മുടെ മുന്നിൽ നിന്ന് നമ്മോട് ചോദിക്കുന്നു,
എന്താണ് എൻ്റെ പേര്? നമുക്കറിയില്ല. അപരിചിതമായ അനുഭവത്തിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നു. ആ അനുഭവത്തിന് എൻ്റെ പേര് ഇടുന്നു. എൻ്റെ പേരിടുക എന്നാൽ എനിക്ക് മാത്രം സാധ്യമായ വിധത്തിൽ ആ അനുഭവത്തിന് ഞാൻ ഒരു ഭാഷാ മുദ്ര ചാർത്തി കൊടുക്കുന്നു. ഇതാണ് കവിത. ഇതാണ് കവിയുടെ എല്ലാ കാലത്തെയും പ്രവർത്തന രീതി എന്നുകൂടി പറയുന്നുണ്ട് ഈ കവിത. ഈ സമയത്തിനിടയിൽ നമ്മൾ ഒരു കവിതയെ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. അപ്പോൾ കാടിൻ്റെയും കടലിൻ്റെയും കവിയായിരുന്നു വിനയേന്ദ്രൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് കാട്, എന്തുകൊണ്ട് കടൽ? കാടിൻ്റെ സ്വഭാവം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? കാട് കയോട്ടിക്കാണ്, വ്യവസ്ഥകൾക്ക് വഴങ്ങാത്ത ഒരു പടർച്ചയുടെ ഒരു വൈവിധ്യത്തിൻ്റെയും വൈരുദ്ധ്യത്തിൻ്റെയും സമാഹാരത്തിൻ്റെ പേരാണ് കാട് എന്നതുപോലെയാണ് കടൽ. നമ്മൾ മേഘങ്ങളെ പറ്റി, മേഘരൂപ പകർച്ചകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഈ മേഘരൂപ പലമ പോലെയാണ് കടലും. കടലിന് നിയതമായൊരു രൂപമില്ല അല്ലേ? ഗ്രീക്ക് മിഥോളജിയിൽ കടലിൻ്റെ ദേവന്മാരിൽ ഒരാളുടെ പേര് പ്രോട്ടിയസ് എന്നാണ്. പ്രോട്ടിയസ് എപ്പോഴും രൂപം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ പ്രോട്ടിയൻ എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തത് അല്ലെങ്കിൽ ബഹുരൂപി എന്നാണ് അർത്ഥം. ഇങ്ങനെ പലതായി പകരുന്ന ഈ രൂപാന്തരണ പ്രവണതയുടെ രൂപങ്ങളിലൊന്നാണ് കാട് എന്നതുപോലെ കടൽ. അതുകൊണ്ട് ഡി വിനയേന്ദ്രൻ എന്ന കവിക്ക് പ്രിയപ്പെട്ട മറ്റൊരു രൂപകം, മറ്റൊരു പ്രമേയം, മറ്റൊരു അനുഭവ രാശി എന്ന് പറയുന്ന കടലായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന കവിത, പിൽക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളിൽ ഒന്ന് എന്ന് പറയാവുന്നത് മഹാകവി കുമാരനാശാനെ പറ്റി എഴുതിയ കായിക്കരയിലെ കടൽ എന്ന കവിതയായിരുന്നു. അപ്പോൾ കായിക്കര നമുക്കറിയാം ആശാന്റെ ജന്മസ്ഥലമാണ്. അവിടെ നോക്കിയാൽ കാണാവുന്ന കടലാണ്. ഈ കടലിലേക്ക് നോക്കി വളർന്നു വന്ന ഒരു കവിയായിരുന്നു ആശാൻ. പക്ഷെ ഇവിടെ കായിക്കരയിലെ കടൽ കവിതയുടെ കടലായി മാറുകയും ആശാൻ കവിതയുടെ കടലായി മാറുകയും ആശാൻ കവിതാ സന്ദർഭങ്ങൾ, ആശാന്റെ ജീവിതം, ആശാന്റെ ബാല്യ കൗമാര യൗവനങ്ങൾ ഇങ്ങനെ ഇളകി മറിയുന്ന ഒരു കടലിന്റെ ഭാഷാനുഭവമായി മാറുകയും ചെയ്യുന്നതാണ് നമ്മൾ കായിക്കരയിലെ കടൽ എന്ന കവിതയിൽ കാണുക. ആശാനെ പറ്റി ഒരുപാട് കവിതകൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ. കായിക്കര കടൽക്കരയിൽ എന്ന പേരിൽ വിപിനാമൻ നായരുടെ കവിതയുണ്ട്. കായിക്കരയിലെ മണ്ണ എന്ന പേരിൽ സച്ചിദാനന്ദന്റെ കവിതയുണ്ട്. ഇങ്ങനെ കുമാരകോടിയിൽ എന്ന പേരിൽ തിരുനെല്ലൂർ കരുണാകരന്റെ കവിതയുണ്ട്. ഇങ്ങനെ ഒരുപാട് കവികൾ കവിത കൊണ്ട് അഭിവാദ്യം ചെയ്ത ആശാന്റെ കവിത്വത്തെ അസാധാരണമായ ഒരു സാഗര രൂപകത്തിലൂടെ തത്തുല്യമായ ഭാഷാ ഗാംഭീര്യത്തോടെ ആശാനിൽ നിന്നെടുത്ത ബിംബങ്ങളും കൽപ്പനകളും ആശാന്റെ ഭാഷാ ശ്രുതിയും അവലംബിച്ചുകൊണ്ട് പുനഃസൃഷ്ടിക്കുന്നു എന്നതാണ് ഒരു പക്ഷേ കായിക്കരയിലെ കടൽ എന്ന കവിതയുടെ സവിശേഷത. അതിൽ നിന്ന് എനിക്ക് ഓർമ്മയുള്ള ചില വരികൾ പറയാം. കവിതയുടെ തുടക്കം: കടൽ ഉദയമാകുന്നു, ഉദയരവി കിരണമേറ്റുണരും കുമാരന്റെ കരളിൽ ഒരു കാർത്തികേയ സ്തോത്രമുണരുന്നു. ഈ ഉദയം എന്ന് പറയുന്ന വെറും ഉദയമല്ല, നവോത്ഥാനത്തിന്റെ, കേരളീയ നവോത്ഥാനത്തിന്റെയോ ഭാരതീയ നവോത്ഥാനത്തിന്റെയോ ഉദയശോഭയായിരുന്നു എന്നും നമുക്ക് സൂക്ഷ്മ വായനയിൽ ബോധ്യപ്പെടും. കടൽ ഉദയമാകുന്നു, ഉദയരവി, വെറും രവിയല്ല അത് എന്ന് നമുക്കറിയാം. ആശാന്റെ കാര്യത്തിൽ അത് രവീന്ദ്രനാഥ ടാഗോറാണ് അല്ലേ? ആശാൻ രവി എന്ന് പലപ്പോഴും പരോക്ഷമായും പ്രത്യക്ഷമായും തന്റെ കവിതയിൽ വിശേഷിപ്പിച്ചിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറാണ്. ഉദയരവി കിരണമേ ചുണരും കുമാരന്റെ കരളിൽ ഒരു കാർത്തികേയ സ്തോത്രം ഉണരുന്നു. ആദ്യകാലത്ത് സ്തോത്ര കാവ്യങ്ങൾ എഴുതിയിരുന്ന, വിശേഷിച്ച് സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ എഴുതിയിരുന്ന ആശാനെ പറ്റിയാണ് പറയുന്നത്. ഉദയരവി കിരണമേ ചുണരും കുമാരന്റെ കരളിൽ ഒരു കാർത്തികേയ സ്തോത്രം ഉണരുന്നു. അമൃതുണ്ട് വിഷമുണ്ട് യുവദീപ്തിയാളുന്നു, തരളമൊരു പൂവിന്റെ കരുണരസം ഉണ്ണുന്നു. ഈണപൂഴുന്ന ആശാനെ പറ്റിയാണ് പറയുക. തരളമൊരു പൂവിന്റെ കരുണരസം ഉണ്ണുന്നു. യുഗമുണരും ഒരു സിംഹനാദം ശ്രവിക്കുന്നു അല്ലേ? പരിവർത്തനത്തിന്റെ കാലമാണ്, നവോത്ഥാന ചലനങ്ങളുടെ കാലമാണ്. നാരായണ പ്രസാദം കൊണ്ട് തുള്ളുന്നു, താളം തരുക്കളും മക്കളും താക്കുന്നു. അങ്ങനെ നാരായണ ഗുരുവിന്റെ, ടാഗോറിന്റെ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ എല്ലാം ചൈതന്യം ഉൾക്കൊണ്ട് ആശാൻ എന്നൊരു കവി ഇങ്ങനെ തന്റെ കവി ജീവിതം ആരംഭിക്കുന്നതിന്റെ സൂക്ഷ്മ ചിത്രമാണ് ഒരുപക്ഷെ വളരെ സ്പോണ്ടേനിയസ് എന്ന് പറയാവുന്ന ഈ 4-5 വരികളിൽ ഈ കവി ഒതുക്കി വച്ചിരിക്കുന്നു. കടൽ ഉദയമാകുന്നു, ഉദയരവി കിരണമേറ്റുണരും കുമാരന്റെ കരളിൽ ഒരു കാർത്തികേയ സ്തോത്രം ഉണരുന്നു. അമൃതുണ്ട് വിഷമുണ്ട് യുവദീപ്തിയാളുന്നു, താളം തരുക്കളും മക്കളും താക്കുന്നു. യുഗമുണരും ഒരു സിംഹനാദം ശ്രവിക്കുന്നു, നാരായണ പ്രസാദം കൊണ്ട് തുള്ളുന്നു.
നിന്റെ കരുണരസം. ഇങ്ങനെ അനുക്രമമായി നളിനി, ലീല, ചണ്ഡാല ഭിക്ഷുകി, കരുണ, പ്രചോദനം, ഇങ്ങനെ അവസാന കൃതിയായ കരുണയിൽ എത്തി വിരമിക്കുന്ന ചിന്താവിഷ്ടയായ സീതയിലൂടെ ആശാന്റെ കവി ജീവിതത്തിലൂടെയുള്ള ഒരു മാനസിക സഞ്ചാരമാണ്. അതൊരു സാഗര രൂപകം ഉപയോഗിച്ച് കടൽ എന്ന മെറ്റഫറിനെ മാത്രം മുൻനിർത്തി ആശാൻ കവിതയെ ആവിഷ്കരിക്കുന്ന, അല്ലേ? ആശാനെ വെറുതെ പ്രശംസിക്കുകയല്ല, ആശാൻ കവിതയെ സ്തുതിക്കുകയല്ല, ആശാൻ കവിതയെ കുറിച്ചുള്ളൊരു സങ്കീർത്തനമല്ല ഈ കവിത. മറിച്ച് ആശാൻ കവിതയെ കവിത കൊണ്ട് തത്തുല്യമായ ആശാൻ കവിതയിൽ നിന്ന് എടുത്ത രൂപകങ്ങൾ കൊണ്ട്, ഭാഷാ മുദ്രകൾ കൊണ്ട് പ്രത്യഭിവാദനം ചെയ്യുന്ന ഒരു കവിതയാണ് കായിക്കരയിലെ കടൽ എന്ന 2006-07 പുറത്തിറങ്ങിയ കവിതാ സമാഹാരത്തിന് അവതാരി എഴുതിക്കൊണ്ടാണ് പക്ഷേ ഞാൻ എഴുത്ത് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് യാതൊന്നും പരസ്യമായി എഴുതിയിട്ടില്ലാത്ത ഒരാളെ കൊണ്ട്, ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് തൻ്റെ ഒരു സമാഹാരത്തിന് അവതാരി എഴുതിക്കാൻ സന്നദ്ധനാകുന്ന ഒരു കവിയെ പറ്റി ആലോചിച്ചു. അദ്ദേഹം ആദ്യമായി ചെയ്ത സാഹസമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ആദ്യം ഞാൻ സൂചിപ്പിച്ച ടി വിനേന്ദ്രന്റെ കവിതകൾ എന്ന സമാഹാരത്തിന്റെ അവതാരികാകാരനും സനൽ, ഇന്ന് വി സനൽ എന്നറിയപ്പെടുന്ന വലിയ ധൈഷണിക വ്യക്തിത്വമായി നമ്മൾ അറിയുന്ന വി സനൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്ന കാലത്താണ് ടി വിനേന്ദ്രന്റെ ആദ്യ സമാഹാരത്തിന് 1986 അവതാരിക എഴുതുന്നത്. അവിടെ വി സനൽ എന്ന് കാണില്ല, അവതാരികയുടെ ഒടുവിൽ സനൽ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം എന്ന് മാത്രം കാണാം. ഇങ്ങനെ അസാധാരണമായ ചില തീരുമാനങ്ങളിലൂടെ, തിരഞ്ഞെടുപ്പുകളിലൂടെ വളരെ ജൈവികമായി തന്നെ നിർവചിച്ചുകൊണ്ട് കവിതയിലും ജീവിതത്തിലും സഞ്ചരിച്ച കവിയായിരുന്നു വിനയേന്ദ്രൻ. ചെറുപ്പക്കാരോട് കൂട്ടുകൂടുക, അവരിൽ വിശ്വാസം അർപ്പിക്കുക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമസ്ത കേരളം ഭീമ എന്ന സമാഹാരം സമർപ്പിച്ചിട്ടുള്ളത് അത് ഞാൻ വായിക്കാം. ഇന്നത്തെ ചില യുവ കവികൾക്കാണ്. അതിൽ ചിലരൊക്കെ അപ്രത്യക്ഷരായി, പക്ഷെ പലരും പിൽക്കാലത്തെ പ്രമുഖ കവികളായി, ഏറ്റവും പ്രധാനപ്പെട്ട കവികളായി മാറി. ഇതാണ് ആ സമർപ്പണം. ആ മുഖവരിയുടെ അവസാന ഖണ്ഡിക ഇങ്ങനെയാണ്: ഈ കവിതകൾ എസ് ജോസഫ്, ആലങ്കോട്ട് ലീലാകൃഷ്ണൻ, പി രാമേന്ദ്രൻ, രാഘവൻ അത്തോളി, രജനി മന്നാടിയാർ, കവിതാ ബാലകൃഷ്ണൻ, ബനേഷ് കൊടുങ്ങല്ലൂർ. ഞാൻ ആദ്യം പറഞ്ഞ MS ബനേഷിന്റെ ആദ്യ കാലത്തെ എഴുത്തുപേരാണ് ബനേഷ് കൊടുങ്ങല്ലൂർ. അനിത തമ്പി, അൻവർ അലി എന്നിവർക്കും അവരെ തൊട്ടുവരുന്ന തലമുറയ്ക്കും പ്രവാസികൾക്കും, ഇതെല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്. ഭിക്ഷക്കാർക്കും, പ്രവാസികൾക്കും ഭിക്ഷക്കാർക്കും, ലോകബാങ്കിന്റെ വായ്പയില്ലാതെ സ്വപ്നം കാണുന്നവർക്കും സമർപ്പിക്കുന്നു. ഇതായിരുന്നു ടി വിനേന്ദ്രന്റെ ഒരു രാഷ്ട്രീയം, അല്ലേ? നമ്മള് കവിതയെ പറ്റി പറയുമ്പോൾ കവിതയുടെ രാഷ്ട്രീയത്തെ പറ്റിയും പറയാതെ വയ്യല്ലോ. വിനയേന്ദ്രന്റെ ഒരു കവിതാവരിയുണ്ട്: മാവ് പൂക്കട്ടെ, ബ്രാക്കറ്റിൽ മാവോയും പൂക്കട്ടെ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്വീകരിക്കുക, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. മാവ് പൂക്കട്ടെ, മാവോയും പൂക്കട്ടെ, വിരോധമില്ല. പക്ഷെ മാവാണ് ആദ്യം പൂക്കേണ്ടത്. അതോടൊപ്പം മാവോയും പൂക്കട്ടെ, 100 പൂക്കൾ വിരിയട്ടെ എന്നുള്ള മാവോ സൂക്തത്തിന്റെ ഒരു പാരഡിയോ അല്ലെങ്കിൽ മാറ്റൊലിയോ ആണ്. മാവ് പൂക്കട്ടെ, മാവോയും പൂക്കട്ടെ, മാളൂര് പൂക്കട്ടെ എന്ന് അടുത്ത വരിയിൽ പറയും. ഞാൻ അടുത്ത വരിയിൽ പറയും മാളൂരും പൂക്കട്ടെ, മാവ് പൂക്കട്ടെ, മാവോയും പൂക്കട്ടെ. ഇങ്ങനെ ഒരു തരം വലിയ പാരിസ്ഥിതിക ലയമുള്ള, ഒരുതരം പ്രാപഞ്ചികമായ സമഗ്രാവബോധമുള്ള കവി കൂടിയായിരുന്നു ടി വിനയേന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഒരു വാക്യം, വളരെ ശ്രദ്ധേയമായി തോന്നിയ ഒരു വാക്യം ഞാൻ ഇന്ന് രാവിലെ വായിച്ചു: മണൽത്തരിയും മാവും സൂര്യനക്ഷത്രങ്ങളും ഒരേ കൈയിന്റെ നീളുന്ന വിരലുകളാകുന്നു. ഇതുപോലെ വളരെ ആകസ്മികമായി അദ്ദേഹം ഉച്ചരിച്ചൊരു വാക്യമായിരിക്കും. ഒന്നുകൂടെ പറയാം: മണൽത്തരിയും മാവും സൂര്യനക്ഷത്രങ്ങളും ഒരേ കൈയിന്റെ നീളുന്ന വിരലുകളാകും. മണൽത്തരി, മാവ്, സൂര്യൻ, നക്ഷത്രങ്ങൾ, ഇങ്ങനെ ഏറ്റവും ചെറുതിനെ ഏറ്റവും വലുതുമായി ചേർത്ത് നിർത്തുന്ന, അല്ലെങ്കിൽ പ്രാപഞ്ചികമായ ഒരു സമഗ്രതയുടെ സ്പന്ദനം ഓരോ മണൽത്തരിയിലും എന്നതുപോലെ ഓരോ നക്ഷത്രത്തിലും, ഓരോ നക്ഷത്ര രശ്മിയിലും തൊട്ടറിയാനുള്ള ജൈവികമായ ഒരു വാസന ഉണ്ടായിരുന്ന ഒരു കവിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ സൂര്യനിൽ എൻ്റെ പേര് വായിക്കുന്നു എന്ന് നരകമൊരു പ്രേമ കവിത എഴുതുന്നു എന്ന കവിതയിൽ ഒരു വരിയാണ്. ഇന്ന് ഞാൻ സൂര്യനിൽ എൻ്റെ പേര് വായിക്കുന്നു. ഇങ്ങനെ സൂര്യനിൽ തൻ്റെ പേര് വായിക്കുന്ന, മണൽത്തരിയിൽ അതിൻ്റെ പ്രാപഞ്ചിക സ്പന്ദനം അറിയുന്ന, പ്രാപഞ്ചികമായ ഒരു സാകല്യ ദർശനത്തിൻ്റെ കവിത കൂടിയായിരുന്നു വിനയേന്ദ്രൻ്റേത്. അതുപോലെ വളരെ സൂക്ഷ്മമായ ഫലിതബോധം. ഇപ്പോൾ കാടിനെ പറ്റി, കാട എന്ന പഴയ കവിതയെ പറ്റി നമ്മൾ സംസാരിച്ചു.
അദ്ദേഹത്തിന്റെ ഒരു പിൽക്കാല കവിതയിൽ ചിറപ്പ് എന്ന പേരുള്ള ഈ സമാഹാരത്തിൽ ഉൾപ്പെടുന്ന ഒരു കവിത, ഒരു വനയാത്ര പ്രമേയമാകുന്ന ഒരു കവിത. കവിതയുടെ പേര് ഒരു യാത്രയുടെ ആത്മകഥ, മറ്റൊരു വനയാത്രയുടെ കഥയാണ്, വനയാത്രയുടെ അനുഭവമാണ് ഈ കവിതയിൽ. ഇപ്പൊ കാടിന്റെ അനുഭവം വീണ്ടും വന്നു നിറയുന്ന ഒരു കവിത. ദുർബലാത്മാക്കൾ നമ്മുടെ സഞ്ചിയിൽ വിക്സ്, പ്ലാസ്റ്റിക്, പെപ്സി, ജിൻ, പോർക്കുമേ. ഈ നമ്മൾ ജീവിക്കുന്ന ഈ നാഗരികതയുടെ ലോകത്തോടുണ്ടായിരുന്ന കവിയുടെ മനോഭാവമാണ്. ദുർബലാത്മാക്കൾ നമ്മുടെ സഞ്ചിയിൽ വിക്സ്, പ്ലാസ്റ്റിക്, പെപ്സി, ജിൻ, പോർക്കുമേ. ഇങ്ങനെ അനുഭവങ്ങളുടെ കൊളാഷ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു വിനയേന്ദ്രന്റെ മറ്റൊരു രീതി. എന്തെല്ലാമാണ് ഒരു വരിയിൽ വന്ന് നടക്കുന്നത് നമുക്ക്? വിക്സ്, പ്ലാസ്റ്റിക്, ജിൻ, പെപ്സി, പോർക്ക്. ഇതെല്ലാം നമ്മുടെ ദുർബലാത്മാക്കളായ നാഗരികരുടെ സഞ്ചിയിലെ സന്നാഹങ്ങളാണ്. വിക്സ്, പ്ലാസ്റ്റിക്, പെപ്സി, ജിൻ, പോർക്കുമേ. ഒട്ടു നമ്മെ പരിഹസിക്കുന്നുവോ ഒച്ച വയ്ക്കുന്നൊരീ മലയണ്ണാന്മാർ, കാട്ടുപന്നി കയർക്കുന്നുവോ പോകൂ വീട്ടിലെന്നാന റാഞ്ചികൾ ചൊൽകയോ, അക്കരയ്ക്ക് തുടിച്ചതു ഞാനല്ല പച്ചയോക്കിടിൻ വശ്യമന്ത്രങ്ങളാം, കട്ടുപെട്ടി ഓഫാക്കുക നിർഭയം പാമ്പിണ ചേർന്ന വന്യത കാണുക. നമ്മൾ കൂടി സ്തബ്ധരായി നിന്നുപോയി വരിയുടെ മുമ്പിൽ. പാട്ടുപെട്ടി ഓഫാക്കുക നിർഭയം പാമ്പിണ ചേർന്ന വന്യത കാണുക. പാതിരിക്കുരൻ ഓലവാലൻ കിളി പാടിലകളും ശ്വാസം പിടിക്കുന്നു. ഇങ്ങനെ തുടരുന്ന ഈ കവിത. ആ കവിതയിൽ വളരെ ഗൗരവത്തോടുകൂടി ഗൗരവശ്രുതി അവലംബിക്കുന്ന ഈ കവിതയിൽ ഇങ്ങനെ വരുമ്പോൾ, അല്പഗർഭങ്ങൾ അന്യോന്യ ശ്രദ്ധയ്ക്ക് തിക്കിയും കോഷ്ടിക്കാട്ടിയും നിൽക്കവേ, പൂസലില്ലാതെ ഈ വരയാടുകൾ പോസു ചെയ്യുന്നു ഫോട്ടോയ്ക്ക് വേണ്ടിയും. ഇവിടെ ഒരു ചെറിയ ചിരിയുണ്ട്, അടുത്ത വരി ശ്രദ്ധിക്കുക. കാട്ടുജന്തുക്കൾ ഈ വഴി പോയതിൻ കാട്ടവും പാദമുദ്രയും കാണുന്നു, അട്ട പിന്നെ കടിക്കയില്ലേ വെറും തത്വമെത്ര ചവച്ചു തിന്നുന്നു നാം. അട്ട പിന്നെ കടിക്കയില്ലേ വെറും തത്വമെത്ര ചവച്ചു തിന്നുന്നു നാം. അല്ലെ, നമ്മുടെ എല്ലാ മുഴുവൻ അക്കാഡമിക്സിനോടുള്ള ഒരു തരം പരിഹാസമാണ്. അട്ട പിന്നെ കടിക്കയില്ലേ വെറും തത്വമെത്ര ചവച്ചു തിന്നുന്നു നാം. അപ്പോൾ ഈ അട്ടയുടെ കടിയാണ്, അല്ലെങ്കിൽ കാട്ടിലേക്കുള്ള ഈ നടപ്പാണ്, ഈ സഹജമായ ലയമാണ് ഒരുപക്ഷെ മുഴുവൻ അറിവിലും പരിഷ്കാരത്തിലും അതിൻ്റെ യാന്ത്രിക യുക്തിയിലും മികച്ചത് എന്ന വിശ്വാസം ഈ കവിക്കുണ്ടായിരുന്നു. ഒരു കവിതകൾ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ പ്രണയമേ യന്ത്രങ്ങൾക്ക് നെടുകെ നീ നഗ്നയാവുക എന്നൊരു വരിയുണ്ട്. എൻ്റെ പ്രണയമേ യന്ത്രങ്ങൾക്ക് നെടുകെ, യന്ത്രങ്ങൾക്ക് നടുവേ നീ നഗ്നയാവുക. ഇങ്ങനെ നഗ്നത കൊണ്ട്, അല്ലേ, ആത്മീയമായ നഗ്നത കൊണ്ട് പരിഷ്കാരത്തിന്റെ യാന്ത്രിക യുക്തിയെയും കാപട്യങ്ങളെയും ആഴക്കുറവിനെയും തന്റെ കവിതയിലൂടെ ചെറുക്കാൻ ശ്രമിച്ച ഒരു കവിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണല്ലേ. ഒരു മണിക്കൂറിൽ കൂടുതൽ ഏത് കവിയെ പറ്റിയും സംസാരിക്കുന്നത് അന്യായമായി പോകുമെന്ന് എനിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ഡി വിനയേന്ദ്രൻ കവിതകളെ കുറിച്ച് കൂടി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ കാട് എന്ന കവിതയെ പറ്റി പറഞ്ഞു, കായിക്കരയിലെ കടലിനെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആദ്യകാല കവിതകൾ പ്രധാനപ്പെട്ട യാത്രപ്പാട്ട്, അതിന്റെ പൂരക കവിത എന്ന് പറയാവുന്ന വീട്ടിലേക്കുള്ള വഴി, വീട് വിട്ടിറങ്ങുന്ന ഒരുവന്റെ പാട്ടാണ് യാത്രപ്പാട്ടെങ്കിൽ നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിക്കണം എന്ന് എനിക്ക് ഒരു വിനീതമായ അപേക്ഷയുണ്ട്. പോകുന്നത് എന്തിനെന്ന് അറിയില്ലല്ലോ, പോകാതിരിക്കുവാൻ കഴിയില്ലല്ലോ എന്നിങ്ങനെ പാരമ്പര്യത്തിൽ നിന്ന് അജ്ഞാതമായ അനിശ്ചിതമായ ഒരു ഭാവിയിലേക്ക് പടിയിറങ്ങുന്ന ഒരു ഉണ്ണിയുടെ പാട്ടാണ് യാത്രപ്പാട്ട്. ഈ കവിതയിൽ ഒരുപക്ഷെ വിനയേന്ദ്രന് മാത്രം സൃഷ്ടിക്കാനാവുന്ന ഒരു ഒരു വാങ്മയ സന്ദർഭം. പാരാകെ വെയിലിൽ നിൽക്കേ ചാറുന്നേ മഴ ചാറുന്നേ, ഉണ്ണിക്ക് മഴ ചാറുന്നേ. ഉണ്ണി നാടും വീടും പറമ്പും വിട്ട് വയലും വിട്ട് പുഴ കടന്ന് മറ്റൊരു ഭാവിയിലേക്ക്, മറ്റൊരു ദേശത്തേക്ക്, മറ്റൊരു കാലത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വരി. പാരാക വെയിലിൽ നിൽക്കേ ചാറുന്നേ മഴ ചാറുന്നേ, ഉണ്ണിക്ക് മഴ ചാറുന്നേ. അവൻ മാത്രം നനയുന്ന, അന്നേരം നനഞ്ഞ ഒരു മഴയെ പറ്റിയാണ്, അല്ലേ? അന്ന് മാത്രം നനയുന്ന ചില മഴകളുണ്ടല്ലോ. പാരാക വെയിലിൽ നിൽക്കേ ചാറുന്നേ മഴ ചാറുന്നേ, ഉണ്ണിക്ക് മഴ ചാറുന്നേ എന്നിങ്ങനെ.
അതുപോലെ വളരെ വ്യത്യസ്തമായ ചില അനുസ്മരണ കവിതകളുണ്ട് ഡി വിനയേന്ദ്രന്റെ. ഉദാഹരണമായി ജോൺ അബ്രഹാമിനെ പറ്റി വളരെ പ്രസിദ്ധമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ എവിടെ ജോൺ എന്ന കവിത ഉണ്ടായതിനു ശേഷമായിരിക്കാം, ഒരുപക്ഷെ അതിന് മുൻപായിരിക്കാം, അതിനോടൊപ്പമായിരിക്കാം ഈ കവിതയുടെയും രചനാകാലം. ജോണിന് എന്നാണ് കവിതയുടെ പേര്. അതിലേറ്റവും ശ്രദ്ധേയമായി തോന്നുന്ന ഒരു വരി ഇങ്ങനെയാണ്: ഓർക്കുന്നവരൊക്കെ അങ്ങനെ ഓർക്കുന്ന, ഇങ്ങനെ ഓർക്കുന്ന, നിന്നെ ഓർക്കുന്നു ഞാൻ. ഇങ്ങനെയാണ് നമ്മൾ ഡി വിനയേന്ദ്രനെ ഓർമ്മിക്കുന്നത്. ഓർക്കുന്നവരൊക്കെ അങ്ങനെ ഓർക്കുന്ന, ഇങ്ങനെ ഓർക്കുന്ന, നിന്നെ ഓർക്കുന്നു ഞാൻ. അതുപോലെ പ്രണയ കവിതകളുടെ ഒരു പ്രഭുവായിരുന്നു ഡി വിനയേന്ദ്രൻ എന്ന കവി. അതിലൊരു കവിതയാണ് ഞാനിവിടെ പരാമർശിച്ച പ്രിയേ വിരഹ ഹേമന്തമേ, പ്രിയേ നീ പ്രഭാതം എന്നാരംഭിക്കുന്ന, വേണമെങ്കിൽ ആ കവിതയിലെ ഏതാനും ചില വരികൾ വളരെ പെട്ടെന്ന് ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോവുകയല്ല, അവസാനിപ്പിക്കാം. അവസാനത്തോടെടുക്കുകയാണല്ലോ നമ്മുടെ ഈ അനുസ്മരണ പരിപാടി. പ്രിയേ വിരഹ ഹേമന്തമേ. കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വളരെ തിടുക്കപ്പെട്ടിത് വായിക്കുന്നത്. പ്രിയേ നീ പ്രഭാതം, കുളിർമഞ്ഞുമായുന്ന പൂവിതൾ, ദേവകിരണങ്ങൾ പാടുന്ന മോഹനം. ഇതിന്റെ വൃത്തം ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ ഡി വിനയേന്ദ്രന്റെ ഒരു മൗലിക വൃത്തം, മൗലിക ഛന്ദസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എന്തൊരു ലയമാണ് വരികൾക്കല്ലേ. പ്രിയേ നീ പ്രഭാതം അദ്ദേഹം ചൊല്ലിക്കേൾക്കേണ്ട ഒരു കവിത കൂടിയാണ്. കുളിർമഞ്ഞുമായുന്ന പൂവിതൾ. പ്രണയത്തിലേക്ക് പ്രകൃതി ഇങ്ങനെ വന്ന് നിറയുകയാണ്, പ്രകൃതി സാന്നിധ്യങ്ങൾ വന്ന് നിറയുന്ന ഒരു കവിത കൂടിയാണ്. ദേവകിരണങ്ങൾ പാടുന്ന മോഹനം, ഇളം കറ്റിലിളകിയാടും യഥാസദനം, കുസുമ സുരഭികൾ നിവേദിക്കും അനുരാഗ നേർച്ച, കിളികളുടെ പട്ടിലൻ പ്രണയമേ പ്രണയമേ, പ്രതിനവരസോന്മേഷമായി നീ നിറയുക, ഇളയുടെ മുലത്തടം എല്ലത്തലോടുന്ന വിനയവ്യോമത്തിന്റെ കീർത്തനമാവുക, തിണകളുടെ തേവാരം ഒന്നൊന്നു കണ്ടുകൊണ്ടിളകുന്ന നദിസാഗരോന്മുഖിയാവുക, അരുണഹരി മേഘത്തിൽ നിന്നവനി വാഴ്വിന്റെ ഹരിതപദമൂലുന്ന ഗാന്ധർവമാവുക, പുലർവട്ടമെത്തുമ്പോൾ അമൃതിന്റെ പൊരുളിനായി നിലവിട്ടുപോം സ്വർണ്ണ പക്ഷങ്ങളാവുക, പ്രിയേ നീ പ്രകാശം. ഇങ്ങനെ എല്ലാ ഋതുക്കളിലൂടെയും അല്ലേ, മഴയുണ്ട്, വേനലുണ്ട്, ഹേമന്തമുണ്ട്, ഇങ്ങനെ എല്ലാ ഋതുക്കളിലെയും ഒരു പ്രണയധ്യാനത്തിലേക്ക് ആനയിക്കുന്ന കവിതയാണ് പ്രിയേ വിരഹ ഹേമന്തമേ. ഒരുപക്ഷെ ഇത്തരത്തിലൊരു പ്രണയ കവിത മലയാളത്തിൽ അനന്യമെന്ന് പറയാവുന്ന ഒരു പ്രണയ കവിതയായിരിക്കും. ഋതു സാന്നിധ്യം കൊണ്ടും സവിശേഷമായ ഒരു പ്രണയ ഭാവന കൊണ്ടും, ഒരാളെ കുറിച്ചുള്ള പ്രണയമല്ല, ഒരാളോട് തോന്നുന്ന പ്രണയമല്ല, പ്രപഞ്ചം തന്നെ ഒരു പ്രണയഗാനത്തിന്റെ പല്ലവിയായി മാറുന്ന വിധത്തിലുള്ള ഈ പ്രണയ കൽപ്പന. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടത് എന്ന് വിചാരിക്കുന്ന ഡി വിനയേന്ദ്രന്റെ സിഗ്നേച്ചർ എന്ന് പതിഞ്ഞിട്ടുള്ളത് എന്ന് പറയാവുന്ന ഒരു കവിതയാണ് സമസ്ത കേരളം പി.ഒ. പിയെ പറ്റി പലരും എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു സമാഹാരം തന്നെയുണ്ട്. മധുമക്ഷിക എന്ന പേരിൽ പി കവിതകളുടെ ഒരു സമാഹാരം തന്നെ മാങ്ങാട് രത്നാകരൻ എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ പിയെ സംബോധന ചെയ്യുന്ന ഒരു കവിത വേറെ ആ സമാഹാരത്തിൽ കണ്ടു എന്ന് വരില്ല. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്ന് നിങ്ങൾക്കറിയാം, മേഘരൂപൻ എന്ന ആറ്റൂരിന്റെ കവിത. വളരെ അളന്ന് മുറിച്ച് കുറുക്കി പിയെ പറ്റി, പി എന്ന ധൂർത്തനായ കവിയെ പറ്റി എഴുതുകയാണ്. അനുഷ്ടുപ്പ് പോലെ ഒരു വൃത്തത്തിൽ അല്ലേ, നീ പൗർണമിക്കുള്ള പൂർണ്ണത എന്നതുപോലെ, കൃഷ്ണശിലതൻ താളം എന്നതുപോലെ പിയെ മുറുക്കി ചുരുക്കി കുറുക്കി എഴുതുകയാണെങ്കിൽ ഇവിടെ പിയുടെ എല്ലാ വന്യതയും പകർച്ചയും ധൂർത്തും, ജീവിതത്തിലെയും കവിതയിലെയും എല്ലാത്തരം ധൂർത്തുകളെയും സമാനമായ പദധൂർത്തുകൊണ്ട്, ഭാവനാധൂർത്തുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്ന കവിതയാണ് ഡി വിനയേന്ദ്രന്റെ സമസ്ത കേരളം പി.ഒ. അതും അതിൻ്റെ ഒരു മാതൃക മാത്രം ഇവിടെ പരാമർശിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കേരളത്തെ, അതിൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ എങ്ങനെ ഈ കവിതയിലേക്ക് ഒരുപക്ഷെ ഈ കവിക്ക് മാത്രം സാധിക്കുന്ന വിധത്തിൽ വിനയേന്ദ്രൻ കൊണ്ടുവരുന്നു എന്ന് നോക്കുക. ആറന്മുള വള്ളംകളിക്ക് ആർക്കുവിളിയുടെ ഇടയിലെ നിശബ്ദത, 28-ാം ഓണത്തിന് വീരഭദ്രന് കള്ളും പൂവമ്പഴവും നേതിച്ച് അഷ്ടമുടിക്ക് തുഴയുന്ന തോണിയിലിരുന്ന് വെറ്റിലയിൽ നിലാവിന്റെ 100 തേച്ചു മുറുക്കിത്തുക്കുന്നു. ഇതെല്ലാം പിയാണ്. കേരളം, സമസ്ത കേരളം പിയാണ്. പിയെ ഇങ്ങനെ കേരളത്തിന്റെ ഭൂപടം പോലെ തെക്ക് വടക്ക് വിരിച്ചിട്ടിരിക്കുകയാണ് ഈ കവിതയിൽ. മൂകാംബികയിൽ കുങ്കുമം തൊട്ടുണരുന്ന അക്ഷരമുകുളങ്ങൾ, ഗുരുവായൂരിൽ മുജ്ജന്മങ്ങളുടെ ശയനപ്രദക്ഷിണം, തിരുവില്വാമലയിൽ തുലാവർഷത്തിന്റെ തായമ്പക, കന്യാകുമാരിയിൽ ത്രികാലരുദ്രം കരയ,
രാജയോഗം. നിനക്ക് ഒപ്പനയുടെയും തിരുവാതിര കുരവകളുടെയും തളിർസ്പർശവും തീപ്പൊരി തിളക്കവും വിഷുക്കണിക്ക് വെച്ച വെള്ളരിക്കയുടെയും സുവർണ നാണയത്തിന്റെയും കൊന്നപ്പൂക്കളുടെയും മുഖ്യമായ പുസ്തകത്തിന്റെയും ഇടയിൽ നിന്റെ ആത്മാവ് അനങ്ങുന്നു. അങ്ങനെ ഒപ്പനയും തിരുവാതിരയും ഗുരുവായൂരും തിരുവില്ലാമലയും വിഷുക്കണിയും എല്ലാം ചേർന്ന കേരളത്തിന്റെ സാംസ്കാരിക സമഗ്രതയുടെ മറ്റൊരു ആൾരൂപമായി, ഒരു കാവ്യ രൂപമായി, മേഘരൂപമായി പിയെ ആവിഷ്കരിക്കുന്ന കവിതയാണ് പി. സമസ്ത കേരളം പി ഒ. ആ തലക്കെട്ട് തന്നെ ശ്രദ്ധിക്കുക, സമസ്ത കേരളം പി ഒ. ഒരു പക്ഷേ പിയുടെയും ടി വിനേന്ദ്രന്റെയും മേൽവിലാസമായിരുന്നത് സമസ്ത കേരളം പി ഒ. ഈ കവിതയിൽ താഴേക്ക് അതിന്റെ ഒടുവിൽ എത്തുമ്പോൾ ഇങ്ങനെ ഒരു വരി കാണാം: തീവണ്ടി കാത്തിരിക്കുന്നവരുടെ ഇടയിൽ പച്ചില മരുന്നിന്റെ തണുത്ത കാറ്റ്. പിയുടെ ഒരു കാവ്യ നിർവചനമാണ് തീവണ്ടി കാത്തിരിക്കുന്നവരുടെ ഇടയിൽ പച്ചില മരുന്നിന്റെ തണുത്ത കാറ്റ്. ഇതൊരു പക്ഷേ ടി വിനേന്ദ്രന്റെയും കാവ്യ നിർവചനം ആയേക്കാം. തീവണ്ടി കാത്തിരിക്കുന്നവരുടെ ഇടയിൽ പച്ചില മരുന്നിന്റെ തണുത്ത കാറ്റ്. യാന്ത്രികതയുടെ, നാഗരികതയുടെ ലോകങ്ങൾക്ക് കുറുകെ വീശുന്ന പച്ചില മരുന്നിന്റെ തണുത്ത കാറ്റ്. ഒരേ സമയം പാപത്തെയും പുണ്യത്തെയും ആശ്ലേഷിക്കുന്ന, നരകത്തെയും സ്വർഗത്തെയും ആശ്ലേഷിക്കുന്ന, ശ്ലീലവും അശ്ലീലവുമായി തീരാൻ സദാ സന്നദ്ധമായ, അല്ലെ, നരകം ഒരു പ്രേമ കവിത എഴുതുന്നു എന്നൊരു കവിതയുണ്ട്. നിങ്ങൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സമാഹാരത്തിന്റെ പേരുമാണത്. ശ്ലീലത്തെയും അശ്ലീലത്തെയും, സൗന്ദര്യത്തെയും വൈരൂപ്യത്തെയും, സ്വർഗത്തെയും നരകത്തെയും ഒരേ സമയം ആശ്ലേഷിക്കുന്ന ഒരു കവിയെ മറ്റു കവിതകളിൽ എന്നതുപോലെ നമുക്ക് ഈ കവിതയിലും നരകം, ആ തലക്കെട്ട് തന്നെ എത്ര അസാധാരണമാണ്. നരകം ഒരു പ്രേമ കവിത എഴുതുന്നു. അതായത് സദാചാരപരമായ വിലക്കുകൾക്കകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ പ്രണയം നരകത്തിലെ പ്രണയം പോലെയാണെന്നാണ് ഈ കവിത പറയുന്നത്. നമ്മൾ സദാചാരത്തിന്റെ ഒരു നരകത്തിൽ ഇരുന്നുകൊണ്ട് പ്രണയിക്കുന്നു, അല്ലെങ്കിൽ പ്രണയത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്ന ഈ കവിതയിലെ വളരെ മനോഹരമായ ഒരു വരിയുണ്ട്: മരണം അതിൻ്റെ സുഗന്ധം രുചികരമായ രുചിയുള്ള ആപ്പിളിലും സുന്ദരികളുടെ നിശ്വാസത്തിലും ഒളിച്ചു വെച്ചിരിക്കുന്നു. മരണം അതിൻ്റെ സുഗന്ധം രുചിയുള്ള ആപ്പിളിലും സുന്ദരികളുടെ നിശ്വാസത്തിലും ഒളിച്ചു വെച്ചിരിക്കുന്നു. ഇതിൻ്റെ യുക്തി ഒരുപക്ഷെ കവിതയുടേത് മാത്രമായ യുക്തിയാണ്. ആപ്പിളിലും സുന്ദരികളുടെ നിശ്വാസത്തിലും ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന മരണത്തിൻ്റെ സുഗന്ധം എന്നത്. ഇത്തരത്തിൽ കവിതയുടേത് മാത്രമായ യുക്തിയാൽ നിർണയിക്കപ്പെട്ട ഒരു കാവ്യലോകമായിരുന്നു ടി വിനേന്ദ്രൻ. നമുക്ക് സർവീസമെന്നോ അല്ലെങ്കിൽ മറ്റ് ലഭ്യമായ പേരുകൾ ഉപയോഗിച്ചൊന്നും വിവരിക്കാനാകാത്ത ഇതേ കവിതയിൽ ഒരു വരിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരുപക്ഷെ ഇതുപോലെ AC രായ എന്ന ചിത്രകാരനെ പറ്റി വളരെ അത്യസാധാരണമായ ഒരു അനുസ്മരണ കവിതയുണ്ട്. മദ്യപാനവും തെറിയും പുലഭ്യവും വിലാപവും കരച്ചിലും കവിതയും കലയും സൗഹൃദവും എല്ലാം കൂട്ടിക്കുഴഞ്ഞ ഒരു തരം സൈക്കഡലിക് ഗാനം പോലെയുള്ള ഒരു കവിത ഗദ്യത്തിലാണ്. ആ കവിതയിൽ ഒരു വരിയുണ്ട്: ഭൂമി ഇന്ന് സൂര്യൻ വരച്ച ഒരു സർറിയലിസ്റ്റിക് ചിത്രത്തിന്റെ ചെരിവാകുന്നു. ഭൂമി ഇപ്പോൾ സൂര്യൻ വരച്ച ഒരു സർറിയലിസ്റ്റിക് ചിത്രത്തിന്റെ ചെരിവാകുന്നു. ഇങ്ങനെയുള്ള അസാധാരണമായ നോട്ടങ്ങളുടെ, അസാധാരണമായ ഭാഷാനുഭവങ്ങളുടെ ഒരു സമാഹാരത്തെയാണ് നമ്മൾ ടി വിനേന്ദ്രന്റെ കവിത എന്ന് പറഞ്ഞു വരുന്നത്. നമ്മുടെ യുക്തിയുടെ ചെരുപ്പും കണ്ണടയും എല്ലാം മാറ്റി വെച്ചിട്ട് മാത്രം പ്രവേശിക്കേണ്ട, അപ്പോൾ മാത്രം തെളിയുന്ന ലിപികളിൽ എഴുതപ്പെട്ട അസാധാരണമായ ഒരു കാവ്യ ലോകം. അയുക്തിയാണ് കവിതയുടെ ഭാഷയെങ്കിൽ, അല്ലെ, നമ്മുടെ സാമാന്യ യുക്തിയെ കവിഞ്ഞു പോകുന്ന ഒരു സൂക്ഷ്മയുക്തിയാണ് കവിതയുടെ ഭാഷയെങ്കിൽ, ആ ഭാഷയിൽ മാത്രം എഴുതപ്പെട്ട ഒരു കാവ്യലോകം എന്ന് പറയാം. അതിനെപ്പറ്റി ഏട് നഷ്ടപ്പെട്ട ഒരു വാക്ക് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട് ഒരു കവിതയിൽ തന്നെയാണ്. ഏട് നഷ്ടപ്പെട്ട ഒരു വാക്ക്, പുസ്തകത്തിൽ നിന്ന് പുറത്തായ ഒരു വാക്ക്. അതുപോലെ വീട്ടിലേക്കുള്ള വഴി എന്ന പൂരക കവിതയിൽ പറയുന്നുണ്ട്: ഉള്ളിലൊരു ഗുഹാശില്പം നിറയും പൂർവ്വലിപികൾ തിരിച്ചു വായിക്കാനാകാതെ കുഴങ്ങി നിൽക്കുന്നു പ്രണയം വിഷാദം എന്നിങ്ങനെ പൂർവ്വലിപികളാൽ, ദുരൂഹലിപികളാൽ എഴുതപ്പെട്ട ഒരു ഗുഹാ തലം പോലെ, ഒരു ഉൾഗുഹ പോലെ, ഒരു പുരാണ ഗുഹയുടെ ഉൾത്തലം പോലെ നമ്മൾ ടി വിനേന്ദ്രന്റെ കവിതയിലേക്ക് പ്രവേശിക്കുകയും അതിലൂടെ നമ്മുടെ നഷ്ടപ്പെട്ട ജൈവികത വീണ്ടെടുത്തുകൊണ്ട് നമ്മൾ ഈ തിരുവില്ലാമലയിൽ പുനർജനിക്കുക എന്ന് പറയുന്നത് പോലെ പുതിയ മനുഷ്യരായി, പുതിയ ഒരു അവബോധത്തിന് ഉടമകളായി, നമ്മുടെ വളരെ
പരിമിതികളും പോരായ്മകളുമുള്ള ലോകക്രമത്തെ നമ്മുടെ ജൈവികമായ അവബോധം ഉപയോഗിച്ച് മാറ്റി വായിക്കാൻ, ഒളിച്ചെഴുതാൻ ശേഷിയുള്ള, മറ്റൊന്നാക്കി തീർക്കാൻ ശേഷിയുള്ള, കൂടുതൽ ജൈവികതയും നൈർമല്യവുമുള്ള മനുഷ്യരായി ഈ കവിതയിലൂടെ നീണ്ട് നമ്മൾ പുറത്ത് കടക്കുന്നു അല്ലേ? ഇങ്ങനെ ഒരാൾ ഇവിടെ ഇങ്ങനെ സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിലെ പ്രൊഫസറായിരുന്നു എന്ന് എനിക്കെന്നല്ല ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു കള്ളിയിലും ഒതുങ്ങാത്ത, ഒരു കൃത്രിമ യുക്തിക്കും വഴങ്ങാത്ത, ഭാവനയുടെ ഏതോ ഉന്മാദത്തിൽ ലയിച്ചും രമിച്ചും നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരാൾ എങ്ങനെ ഇവിടുത്തെ സമയനിഷ്ഠയും കൃത്യനിഷ്ഠയും പാലിച്ച് ഇത്ര കാലം ഇവിടെ ജോലി ചെയ്ത് വിരമിച്ചു എന്നുള്ളത് പക്ഷെ വലിയ കൃഷ്ണസാറിനൊക്കെ അറിയാമായിരിക്കും. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റും ആയിരുന്നു. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഇവിടെ കാണുമ്പോൾ മേശപ്പുറത്ത് ചെമ്പരത്തിപ്പൂവൊക്കെ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മേശപ്പുറത്ത് ചെമ്പരത്തിപ്പൂവായിരിക്കുന്ന ഒരു HOD സങ്കല്പിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ പ്രയാസം ഉണ്ടായിരിക്കും, എങ്കിലും അന്ന് അത് വളരെ സ്വാഭാവികമായിരുന്നു. ഒരിക്കലും ഞാൻ ഓർമ്മിക്കുന്ന ഒരു നട്ടുച്ചയ്ക്ക്, അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. രസകരമായെന്ന് സാറുണ്ടായിരുന്നതെന്നറിയില്ല. ഞാനിവിടെ നിന്ന് പോയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തൊഴിൽ രഹിതനായിട്ടൊരു താൽക്കാലിക അധ്യാപകന്റെ ഒഴിവുണ്ട് എന്നുള്ള പരസ്യം കണ്ടിട്ട് ഇന്റർവ്യൂവിന് വരുന്നു. അപ്പോൾ സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിലെ എല്ലാ അധ്യാപകരും ഉണ്ട് ഇന്റർവ്യൂ പാനൽ. PP രവീന്ദ്രൻ സാറുണ്ട്, ഹാരിസ് സാറുണ്ട്, വിനീന്ദ്ര സാറുണ്ട്, അങ്ങനെ 5-8 ആളിങ്ങനെ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൂടെ ഹരി ആദ്യം പറഞ്ഞ കാര്യമാണ്. ഹരിയോടെ പറഞ്ഞിരുന്നു ഞാനിവിടെ മുടങ്ങിപ്പോയ ഒരു ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്തായിരുന്നു നിങ്ങളുടെ വിഷയം? ഞാൻ പറഞ്ഞു സോഷ്യലിസ്റ്റ് പോയട്രി. അന്നത്തെ അപക്വമായ ഒരു തീരുമാനമായിരുന്നു അതെന്ന് എനിക്ക് സാറിന് അറിയാം. സോഷ്യലിസ്റ്റ് പോയട്രി. സാറായിരുന്നു എൻ്റെ ഗൈഡ് കേട്ടോ, അതിനോട് പറയാം. അങ്ങനെ സാറിനെ നിരാശപ്പെടുത്തിയൊരു സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിച്ചതെന്ന് ഓർമ്മയില്ല, എന്താണ് സോഷ്യലിസ്റ്റ് പോയട്രി? അപ്പോൾ അന്നത്തെ ചെറുപ്പത്തിൻ്റെ ധിക്കാരം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഞാൻ പറഞ്ഞു അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് ആ ഗവേഷണ പരിശ്രമം അവസാനിപ്പിച്ചു പോയത്. എന്താണ് സോഷ്യലിസ്റ്റ് പോയട്രി എന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. അങ്ങനെ എൻ്റെ ഗവേഷണവും ഇടയിൽ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. സ്വാഭാവികമായിട്ട് ഒരു ഇന്റർവ്യൂ ബോർഡിന് അത്ര സന്തോഷകരമായിട്ടുള്ള മറുപടിയൊന്നും അല്ല, അല്പം ധിക്കാരം തോന്നിക്കാവുന്ന ഒരു മറുപടിയാണ്. അപ്പോൾ വിനേന്ദ്ര സാർ ഇടപെട്ടു എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലൊരു 10 സോഷ്യലിസ്റ്റ് കവികളുടെ പേര് പറയും. ഞാൻ കുറച്ച് കവികളുടെ പേര് പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, നിങ്ങളൊരു ക്ലാസ്സിൽ ചെന്നിട്ട് റൊമാൻറ്റിക് പോയട്രി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ വീണ്ടും എൻ്റെ തോന്നിയാസം വികട സരസ്വതി പുറത്തു വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന മാതിരി അല്ലേ, അപ്പോൾ അന്ന് എനിക്ക് ആ സന്ദർഭത്തിൽ ഉചിതമെന്ന് തോന്നുന്ന തരത്തിൽ അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എന്നിട്ട് 2 PhD ഉണ്ടായിരുന്ന ഒരാൾക്ക് 1ാം റാങ്കും എനിക്ക് 2ാം റാങ്കും തന്നു ഈ ഇൻ്റർവ്യൂ പാനൽ എന്നതാണ് സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഒരു മഹത്വം. അന്ന് ഇൻ്റർവ്യൂവിന് ശേഷം സാറിൻ്റെ അടുത്തേക്ക് വരും, എനിക്ക് ഊണ് വാങ്ങിച്ചു തരുമെന്നൊക്കെ എനിക്കറിയാം ക്യാൻറ്റീൻ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ തിളവെയിലുള്ള ഒരു നട്ടുച്ചയ്ക്ക് ഈ വഴിയുണ്ടല്ലോ, ഈ ലിറ്ററേച്ചറിൽ നിന്ന് ക്യാൻറ്റീൻ വരെയുള്ള ഈ വഴിയുടെ നടുവിൽ കുനിഞ്ഞിരുന്ന് എന്തോ പെറുക്കി എടുക്കുകയാണ് സാർ. എന്താണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഈ കുങ്കുമക്കായ എന്ന് പറയുന്ന ചുവപ്പ് നിറമുള്ള കുങ്കുമച്ചെപ്പ് പോലുള്ളൊരു കായുണ്ട്, അതിൻ്റെ തോടിങ്ങനെ വഴിയിൽ റോഡിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതാണ് നട്ടുച്ചയ്ക്ക് ഇങ്ങനെ ഒരു വിശിഷ്ട വസ്തു പോലെ ശേഖരിച്ച് കുപ്പായൊക്കെ ശേഖരിച്ചുകൊണ്ട് സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിലെ വകുപ്പ് മേധാവി ആ നട്ടുച്ചയ്ക്ക് അവിടേക്ക് വന്നത്. അപ്പോൾ സാറിനോട് ഒരു പരാതി പറഞ്ഞില്ല, ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? മോശമില്ലായിരുന്നു, പക്ഷെ ആ കവികളുടെ പേര് പറഞ്ഞപ്പോൾ 2 പേര് കൂടി കൂടുതൽ പറയാമായിരുന്നു. വേറെ ഒരു അപര്യാപ്തത ഉണ്ടായിരുന്നില്ല, അപാകത ഉണ്ടായിരുന്നില്ല ആ ഇന്റർവ്യൂവിന് എന്നതുപോലെ. ഇങ്ങനെ നമ്മുടെ അക്കാഡമിക്സിനെ, നമ്മുടെ ജീവിതബോധത്തെ എല്ലാം ഇങ്ങനെ ചില കവികളാണ് അതിൻ്റെ എല്ലാ പോരായ്മകളോടും കൂടി നമ്മെ കാണിച്ചു തരിക, കൂടുതൽ മികച്ച ഒരു ജീവിതത്തിൻ്റെ സാധ്യതകളും കാണിച്ചു തരിക. പണ്ഡിതനായ D. വിനേന്ദ്രൻ സാറിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെയും വായനയുടെയും വൈപുല്യത്തെ പറ്റി പറഞ്ഞു. അക്കൂട്ടത്തിൽ ഒന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ, നല്ലൊരു വിവർത്തകൻ കൂടിയായിരുന്നു, ധാരാളം വിവർത്തനം ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു D. വിനേന്ദ്രൻ. ജലം കൊണ്ട് മുറിവേറ്റം എന്ന പേരിൽ ഓർക്കയുടെ കവിതകൾ, അയ്യപ്പ പണിക്കർ TS എലിയട്ടിനെയും സച്ചിമാഷ് നെരൂദയെ സമൃദ്ധമായി പരിഭാഷപ്പെടുത്തിയപ്പോൾ D. വിനേന്ദ്രന്റെ തെരഞ്ഞെടുപ്പിൽ ഓർക്കയായിരുന്നു എന്നതും ആ കവിയെ മനസ്സിലാക്കാൻ നമ്മെ ഒരുപക്ഷെ സഹായിച്ചേക്കും. ഓർക്ക കഴിഞ്ഞാൽ ഒക്ടേവിയോ പാസ്സായിരുന്നു D. വിനേന്ദ്രന്റെ പ്രിയപ്പെട്ട കവി. അതുപോലെ ലോകകഥ എന്ന പേരിൽ
നദിയുടെ മൂന്നാങ്കര ഉൾപ്പെടെയുള്ള കഥകളുടെ മൂലി വാത്തിയോങ്കോയുടെ കറുത്ത പക്ഷിയുടെ പാട്ട് എന്ന കഥ ഉൾപ്പെടെയുള്ള മറ്റൊരു രസം കൂടിയുണ്ട്. ആ കൂട്ടത്തിൽ സാർ സ്വന്തം കഥയും ചേർത്തിട്ടുണ്ട്. ലോക കഥയുടെ കൂട്ടത്തിൽ ദേവകിപ്പൂക്കൾ എന്നൊരു കഥ, കഥാകൃത്ത് കൂടിയായിരുന്നു ഡി വിനീന്ദ്രൻ. പേരറിയാത്ത മരങ്ങൾ എന്ന നല്ല മനോഹരമായൊരു സമാഹാരം അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിലുണ്ട്. ബോർഹസ് ആയിരുന്നു ഡി വിനീന്ദ്രന്റെ പ്രിയപ്പെട്ട കഥാകൃത്ത്. കവിയാണോ എന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ട കഥാകൃത്തായിരുന്നു ബോർഹസ് എന്ന കഥാകൃത്ത് ഡി വിനീന്ദ്രന് പ്രിയമായിരുന്നു. ഒന്നുകൂടി ഉണ്ട് ഈ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ടതായി. ഇക്കഴിഞ്ഞ നവംബർ 15-നോ ഒക്ടോബർ 15-നോ അന്തരിച്ച ഒരു അർജന്റീനിയൻ നോവലിസ്റ്റുണ്ട്, ചിലിയൻ നോവലിസ്റ്റ് അന്റോണിയോ സ്കാർമേദ എന്ന പേരിൽ. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മാൻ എന്ന മനോഹരമായ നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ഡി വിനീന്ദ്രനാണ്. അന്ന് ഈ സ്കാർമേദ അന്തരിക്കുമ്പോൾ ഞാൻ ഡി വിനീന്ദ്ര സാറിന്റെ വിവർത്തനം കണ്ടിട്ടില്ല. പിന്നീട് നോവലിസ്റ്റ് CV ബാലകൃഷ്ണനാണ് ആ വിവർത്തനം എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് തന്നത്. നിങ്ങൾ നിർബന്ധമായും സാഹിത്യ വിദ്യാർത്ഥികൾ വായിച്ചിരിക്കുന്ന ഒരു നോവൽ കൂടിയാണ്. വിവർത്തന രൂപത്തിലോ അതിൻ്റെ മൂലരൂപത്തിലോ പോസ്റ്റ്മാൻ. നെരൂദയും വിശ്വമഹാകവി എന്ന് പറയാവുന്ന നെരൂദയും ഒരു മരിയോ എന്നു പേരായ പോസ്റ്റ്മാനും തമ്മിലുള്ള ഗാഠ സൗഹൃദത്തിൻ്റെ കഥയാണ്. മരിയോയ്ക്ക് കവിയാണ്, മെറ്റഫറുകൾ. അപ്പോൾ നെരൂദ പറയുക അതിന് മെറ്റഫറുകൾ ഉപയോഗിക്കാൻ അറിയണം, മെറ്റഫറുകൾ സൃഷ്ടിക്കാൻ അറിയണം, എന്താണ് മെറ്റഫർ എന്നറിയണം. അങ്ങനെ ക്രമേണ മരിയോ മെറ്റഫറുകളുടെ ഭാഷ വശത്താക്കുകയും ആ ഭാഷയിൽ കത്തുകൾ എഴുതി അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും അവർക്കുണ്ടായ കുട്ടിയുടെ തലതൊട്ടപ്പനായി നെരൂദ മാറുകയും നെരൂദ അകാലത്തിൽ അന്തരിക്കുകയും ചിലിയിലെ ഭരണകൂടം അട്ടിമറിക്കപ്പെടുകയും നെരൂദയുടെ സുഹൃത്ത് എന്ന നിലയിൽ, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ മരിയോ ജയിലിലാവുകയും ചെയ്യുന്ന ഒരു ദുരന്ത പ്രേമ കഥയാണ്. ഇത്തരത്തിൽ മെറ്റഫറുകളുടെ ഭാഷ, കവിതയുടെ ഭാഷ എനിക്ക് വശമാക്കി തന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാന്നിധ്യത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ, കാവ്യപ്രകാശത്തിൻ്റെ പേരാകുന്നു ഡി വിനീന്ദ്രൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 25 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിലേക്ക് വരുന്നത്. അത് വിനീന്ദ്ര സാറിനെ അനുസ്മരിക്കാൻ വേണ്ടി ഇത് എൻ്റെ ജീവിതത്തിലെ വിലപിടിച്ച ഒരു മുഹൂർത്തമാണ്. അതിൽ പങ്കാളികളായ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.